കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഒരുമിച്ച് ദൈവത്തിലായിരിക്കാൻ ദൈവം തരുന്ന നല്ല അവസരത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി നമ്മൾ ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. ഈ പകലിൽ നിങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഞാനിന്ന് പറഞ്ഞു എൻ്റെ സാക്ഷ്യം പറയാമെന്ന്. ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ 3-ാം തലമുറക്കാരനായി ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്. എൻ്റെ വല്യപ്പച്ചനായ യേശുവിനെ അറിയാനുള്ള ഭാഗ്യമുണ്ടായി. ബർത്തോമാ സമൂഹത്തിൽ നിന്ന് കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ ദൈവം അവസരമൊരുക്കി. താൻ മർത്തോമയിലായിരിക്കുമ്പോൾ തന്നെ വളരെ ഭക്തിയോടെ ഭയത്തോടെ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ വീടിൻ്റെ അകത്ത് പ്രത്യേക ദൈവത്തിൻ്റെ വിശേഷ സന്ദർശനം ഉണ്ടാകുവാനിടയായി. അത് നിമിത്തം പ്രാർത്ഥനയിലൂടെ അനേക വിടുതലുകൾ ഞങ്ങളുടെ ഭവനത്തിൽ സംഭവിച്ച നിമിത്തം കർത്താവ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാനുള്ള ഭാഗ്യമുണ്ടാകുകയും അത് നിമിത്തം കർത്താവിനെ സേവിക്കാനായി ഞങ്ങളുടെ വീട്ടുകാരിറങ്ങി തിരിച്ചു. അവിടെ ഞാനിങ്ങനെ പറയും, 1-ാം തലമുറക്കാരെല്ലാം അനുഭവമുള്ളവരാണ്. ആദ്യമായി യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവരാ. ഇനി അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അവർ കർത്താവിനെ വിട്ട് മാറത്തില്ല. 2-ാം തലമുറക്കാർ അഭിപ്രായം പറയുന്നവരാ. സഹോദരം, ഞങ്ങളുടെ അപ്പൻ അമ്മ ഇന്നതുപോലൊക്കെ ആയതുകൊണ്ട് ഞങ്ങളും എന്ത് ചെയ്തു? പെന്തക്കോസ്തിലായി. 3-ാം തലമുറക്കാർ ഓട്ടോമാറ്റിക് പെന്തക്കോസ്തുകാരാണ്. അവർക്ക് അനുഭവമില്ല, അഭിപ്രായമില്ല, ജനിച്ചതുകൊണ്ട് പെന്തക്കോസ്തിലായതാണ്. സഹോദരം, ആ കാറ്റഗറിപ്പെട്ട ആളായിരുന്നു ഞാനും. നിങ്ങളിൽ ഭൂരിപക്ഷം പേരും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഓട്ടോമാറ്റിക് പെന്തക്കോസ്തുകാരാണ്. കാര്യം നമ്മളെ കൈയടിക്കാൻ പഠിപ്പിക്കേണ്ട, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട, വേദപുസ്തകം വായിക്കാൻ പഠിപ്പിക്കേണ്ട, പുസ്തകം എടുക്കാൻ പഠിപ്പിക്കേണ്ട, ഒന്നും എടുക്കേണ്ട. എല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? പഠിച്ചിരിക്കും. കാരണം നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടാൽ, എൻ്റെ ഭാഷയെ പറയും, നമ്മൾ നല്ല പരീക്ഷ ഭക്തന്മാരായിരിക്കും. സ്വത്ര പുറമേയുള്ള ഭക്തി നമ്മൾ നന്നായിട്ടുണ്ടാകും, പക്ഷേ അകത്തൊരു കുന്തവും ഉണ്ടാകത്തുമില്ല. അതാ നമ്മുടെ ഈ പാരമ്പര്യ പെന്തക്കോസ്തുകാരുടെ പ്രത്യേകത. സ്വത്ര അവർ വേണ്ടി വന്നാൽ അന്യഭാഷ ഇല്ലേലും 2 അന്യഭാഷയൊക്കെ കാച്ചിക്കളയും. അങ്ങനെ ഈ ഞങ്ങൾക്കറിയാം എങ്ങനെ ഈ ആൾക്കാരെ സ്പ്രിങ്ങിലാക്കണം. 3-ാം തലമുറക്കാർ പ്രത്യേകതയാണ്. ഒരാളെ ആരാധന എങ്ങനെ നടത്തണം, എങ്ങനെ ആരാധിപ്പിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് നമ്മുടെ ഈ സമൂഹത്തിൽ ഇവിടെ ഇല്ലല്ലോ. നാട്ടിലാണെങ്കിൽ ഒരറ്റത്തൊന്ന് കൈയടിച്ച് തകർത്തു കൊടുത്താൽ മതി. പിന്നെ ബാക്കി ആത്മാവിൽ ആരാധിക്കുന്നവർ എന്ത് ചെയ്തോളും? ആരാധിച്ചോളും. അങ്ങനെ ആരാധിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു കാറ്റഗറിക്കാണ് 3-ാം തലമുറ. അവർ വേദപുസ്തകം വായിക്കാറില്ല. നിങ്ങളുടെ പിള്ളേരും നിങ്ങളും ഒക്കെ അങ്ങനെ. 3-ാം തലമുറക്കാർ വേദപുസ്തകം വായിക്കത്തില്ല. അവർ വേദപുസ്തകം വായിക്കുന്നത് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും. ഇപ്പോഴും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒട്ടും കുറവല്ല, ഇപ്പോൾ ഒട്ടും കാണാൻ സാധ്യത കുറവാണ്. സഹോദരം, പിന്നെ ബാക്കി വേദപുസ്തകം പ്രസംഗിക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതുകൊണ്ട് പുസ്തകവുമായി ഒന്നും വലിയ ബന്ധം 3rd ജനറേഷൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പുതുതായി കർത്താവിനെ അറിയുന്ന എല്ലാവരും നന്നായി പുസ്തകം വായിക്കും. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ വേദപുസ്തക വാക്യം അറിയാം. അവർ വേദപുസ്തകം നന്നായി വായിക്കുകയും പഠിക്കുകയും ചെയ്യും. അത് ദൈവത്തോടുള്ള ഇഷ്ടം, ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള വ്യഗ്രത അവരുടെ അകത്ത് ഉണ്ടാകും. അതുകൊണ്ട് കൊച്ചുപ്രായം മുതലേ ഞങ്ങളുടെ വല്യപ്പച്ചൻ ദീർഘദിവസം പ്രാർത്ഥിക്കുന്ന ഒരാളായതുകൊണ്ടും എൻ്റെ മാതൃസഭയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന എൻ്റെ വല്യപ്പച്ചനാണ്. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. അധ്യാപകനായിരിക്കെ തന്നെ നാട്ടുകാർക്കാർക്കെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ ഇടയ്ക്കിൽ വന്ന് പറയും, സാറാണ് സ്കൂൾ അധ്യാപകനായിരിക്കെ പിള്ളേർക്ക് വന്ന് പറയും, സാറേ ഇന്ന പോലൊരു പ്രശ്നമുണ്ടെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ താൻ ആ വീട്ടിൽ ചെല്ലും. കുറേ ദിവസങ്ങൾ അവിടെ നിന്ന് ഉപവസിക്കും. 21 ദിവസമോ 40 ദിവസമൊക്കെ ഉപവാസം ഇരുന്ന് ദീർഘദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അറിയാവുന്ന ഉപദേശിമാരെ എല്ലാം വിളിച്ചു വരുത്തി പ്രാർത്ഥിപ്പിച്ച് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അവർ ഒരുമിച്ച് ചർച്ചിലേക്ക് കൊണ്ടുവരിക. ഇന്നത്തെ പോലല്ലോ, ഒത്തിരി മക്കളുള്ള വീടുകളല്ലേ, 10 മക്കളെ 8 മക്കളെ ഒക്കെ ഉള്ളവരാ. അപ്പോൾ ഒരു ഞായറാഴ്ച ഇവരെല്ലാം രക്ഷിക്കപ്പെട്ട ഒരു സഭയിലോട്ട് വരുമ്പം ഭയങ്കര ജനാവലിയാണ്. സഹോദരം, ഇപ്പം നമ്മുടെ നാട്ടിലെ ചർച്ചകളെല്ലാം ഓൾഡ് ഏജ് ഹോമായി. ഇനി എന്താവുമെന്ന് അറിയത്തില്ല. കർത്താവ് വരാൻ താമസിക്കത്തില്ല എന്നെനിക്കറിയാം. എങ്കിലും അതിനു മുമ്പേ ദൈവത്തിൻ്റെ സഭ എടുക്കപ്പെടും. അങ്ങനെ വന്നാൽ ശൂന്യമാകുകയില്ല എന്ന് ഞാൻ ചിന്തിക്കുക. സ്തോത്രം. അതുകൊണ്ട് സഭകൾ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ഇങ്ങനെ പ്രാർത്ഥന നടക്കുകയും ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സഭയിൽ നടക്കുന്നതിനേക്കാൾ. എല്ലാ മാസവും ഉപവാസ പ്രാർത്ഥന കാണും. അങ്ങനെ വരുമ്പം കേരളക്കരയിലുള്ള മിക്കവാറും എല്ലാ പ്രവാചകന്മാരും ഞങ്ങളുടെ വീട്ടിൽ വന്നു പോകുന്ന ഒരു ശീലമുണ്ട്. വരുന്നവരുടെ എല്ലാം കൈ അത്യാവശ്യത്തിന് എൻ്റെ മണ്ടയ്ക്ക് വീണിട്ടുണ്ട്, സുവിശേഷ വേലയ്ക്കെന്നും പറഞ്ഞ്. പക്ഷേ സുവിശേഷ വേല അത്ര സുഖകരമായൊരു പണിയല്ല. 19 വർഷം പഴക്കമുള്ള സഭയാണ് എൻ്റെ സഭ. അതുകൊണ്ട് 30-ാമത്തെ പാർശ്വം കണ്ടപ്പോൾ ഇരിക്കുന്നത്. സ്വതന്ത്രം.
അതുകൊണ്ട് അത്യാവശ്യം ഉപദേശിമാരൊക്കെ വരുന്നു, ശുശ്രൂഷിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ അന്നൊരു നിയമം ഉണ്ടായിരുന്നു. സാമ്പത്തികമായ ഉന്നമനമുള്ള സഭയായതുകൊണ്ട് അനേക ദൈവദാസന്മാർ ഞങ്ങളുടെ സഭയിൽ വരികയും അവർ ദൈവസഭയുടെ നന്മ പ്രാപിക്കുകയും ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ 3 വർഷത്തേക്ക് ഒരു ഭാഷ ഇരുത്തത്തുള്ളൂ. അതിപ്പോൾ ശീലമായി, അതിടയ്ക്കിടയ്ക്ക് ചില വഴക്കാവും. സ്തോത്രം. അതുകൊണ്ട് ഉപദേശിമാരനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങളൊക്കെ നന്നായി ഞാൻ കൊച്ചുപ്രായത്തൊട്ടേ കണ്ടിട്ടുണ്ട്. എന്ത് പ്രശ്നമുണ്ടായാലും പാസ്റ്റർമാർ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയും, ഇന്നതുപോലാണെന്ന് മാനസിക ഭാരങ്ങൾ അവർ വന്ന് പറയുന്നത് കൊച്ചുപ്രായം തൊട്ടേ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് സുവിശേഷ വേലയുടെ ഗുണദോഷങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം, കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും വഴക്കുണ്ടായാൽ ഉത്തരവാദി പ്രശ്നം പരിഹരിക്കാൻ വന്നാൽ ആ പ്രശ്ന പരിഹാരത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ ഏറ്റവും അവസാനം പാസ്റ്റർ കുറ്റക്കാരനായി മാറും. ആരുടെയും ഒരാളുടെ കാര്യം കുറ്റം പറയണ്ടേ? കുറ്റം ചെയ്തവൻ്റെ കുറ്റമാണെന്ന് പറയണം. അങ്ങനെ പറഞ്ഞു പോയാൽ ആ കുറ്റക്കാരൻ പാസ്റ്ററായി തീരും. അതുകൊണ്ട് പാസ്റ്റർമാർ അഭിമുഖീകരിക്കുന്ന മാനസിക വ്യതകൾ ചില്ലറയല്ല. അവർ നന്നായി മാനസിക ഭാരങ്ങൾ അനുഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ പാസ്റ്ററുടെ മക്കളുമാർക്ക് വലിയ കാര്യമായ രീതിയിൽ അവരഭിമുഖീകരിക്കുന്ന കുറേ അനുഭവങ്ങളുണ്ട്. പാസ്റ്റേഴ്സിൻ്റെ പിള്ളേർ, ഇവിടെ പാസ്റ്റർമാരുടെ പിള്ളേരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറയും അവരൊക്കെ അനുഭവിച്ച എന്തൊക്കെയാണെന്നുള്ളത്. സ്തോത്രം. കാര്യം വിശ്വാസികൾ ആരെ കുറ്റം പറഞ്ഞാലും അവരുടെ മക്കൾക്ക്, വിശ്വാസികളുടെ മക്കൾക്ക് എങ്ങനെ നടക്കാം. പാസ്റ്ററുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ അപ്പോഴേ തുടങ്ങും പരിപാടി. പാസ്റ്ററുടെ മക്കൾക്ക് അത് പാടില്ല, പാസ്റ്ററുടെ മക്കൾ അങ്ങനെ പറയാൻ പാടില്ല, ആ തുണി ഉടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ ചൂരിദാറായത്, അന്ന് സ്കേർട്ടായിരുന്നു. അതിന് ഇറക്കം കുറഞ്ഞാൽ കുഴപ്പം, ഇറക്കം കൂടിയാൽ കുഴപ്പം, അങ്ങനെ ആകെ പ്രശ്നങ്ങളാണ് മൊത്തം. സ്തോത്രം. ഇതെല്ലാം കൊച്ചുപ്രായം തൊട്ടേ കാണുന്നത് കൊണ്ട് ഉപദേശിമാരുടെ പരാധീനതകൾ, പ്രശ്നങ്ങളൊക്കെ കണ്ടുപഠിച്ചിട്ടുള്ളത് കൊണ്ടും ഒരിക്കലും ഒരു ശുശ്രൂഷയിൽ ഇറങ്ങണം എന്നെനിക്ക് ആഗ്രഹമില്ലായിരുന്നു. എങ്കിലും കർത്താവ് എന്നെ വിളിപ്പാൻ ഇഷ്ടം തോന്നി. എൻ്റെ കൊച്ചുപ്രായം തൊട്ടേ ആഗ്രഹമാണ് എല്ലാവരോടും സുവിശേഷം പറയണം. അങ്ങനെ നമ്മുടെ നാട്ടിലെ PDC പഠന കാലഘട്ടം +1 +2 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമയത്ത് PDC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ നാട്ടിലുള്ള ജാതിമത വ്യത്യാസമെന്നെ, സഭാ വ്യത്യാസമെന്നെ എൻ്റെ സ്നേഹിതന്മാർ ഒരുമിച്ച് ചേർന്ന് എല്ലാ ദിവസവും പന്ത് കളിക്കുന്നു. പമ്പയാറിൻ്റെ തീരത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് ആറ്റുതീരത്ത് വന്നിരിക്കുമ്പം ഒരു ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞു, എടാ നമ്മൾ എല്ലാ ദിവസവും കളിക്കുകയല്ലേ, നമുക്ക് ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്താ? അങ്ങനെ ഞങ്ങൾ ഒരു പ്രെയർ ആരംഭിച്ചു. ഗോസ്പൽ പ്രെയർ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന 10-25 വർഷം നടന്നു. അതിൻ്റെ ആരംഭഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും എല്ലാവരെയും, സഭാ വ്യത്യാസമെന്നെ എല്ലാ കൂട്ടുകാരും വരും, 10-70 കൂട്ടുകാരുണ്ട്. അവരെല്ലാവരും കൂടെ വരും. ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങി. അന്ന് മുതലേ ഞാൻ പ്രസംഗിച്ച് തുടങ്ങിയതാണ്. അന്നത്തെ പ്രസംഗമെല്ലാം ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ പ്രസംഗിക്കുന്ന കാര്യം ഞാൻ കാണാതെ പഠിച്ചിട്ട് ഒരാഴ്ച മുഴുവൻ തലയിലിട്ട് കറക്കി അതിനെ ശനിയാഴ്ച ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യും. ഇതായിരുന്നു എൻ്റെ പ്രസംഗം. അതുകൊണ്ട് ചർച്ചിൽ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് അന്ന് ഞാൻ ശ്രദ്ധിച്ചിരിക്കും, ഇന്നും ഞാൻ ശ്രദ്ധിച്ചിരിക്കും. സ്തോത്രം. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. കാര്യം കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഇത് പഠിക്കുന്നതിനായിരുന്നു. അതുകൊണ്ട് ഇത് നന്നായി പഠിച്ചു. അങ്ങനെ ഇരിക്കെ എൻ്റെ പഠനങ്ങൾ പൂർത്തീകരിച്ചു. കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി ഞാൻ 89 മുതൽ മധ്യപ്രദേശിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ശരിക്കും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മീറ്റിംഗ് ലീഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം യേശുവിനെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ ദൈവം നല്ലവനെന്ന് ഞാൻ രുചിച്ചറിഞ്ഞത് എൻ്റെ ജോലി ഘട്ടത്തിലാണ്. സ്തോത്രം. അവിടെ ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, നിങ്ങൾക്കെല്ലാവർക്കും യേശുവിനെ അറിയായിരിക്കും, പക്ഷേ ദൈവം ആരെന്ന് രുചിച്ചറിയണമെങ്കിൽ അത് ദൈവവുമായുള്ളൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകണം. സ്തോത്രം. അതെനിക്കുണ്ടായത് മധ്യപ്രദേശിൽ വെച്ചാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്താണെന്നും ദൈവം ഭാഗി ഇരിക്കേണ്ടത് എങ്ങനെയാണെന്നും ദൈവത്തോടുള്ള അറ്റാച്ച്മെൻ്റ് എങ്ങനെ വേണമെന്നൊക്കെ എന്നെ അവിടെ വെച്ച് ദൈവം പഠിപ്പിച്ചു. ഞാൻ സ്നേഹിച്ച എൻ്റെ ശരീരത്തെ ദൈവം കുത്തി. ഞാൻ ചിന്തിച്ച് പഠിച്ച എൻ്റെ വിദ്യാഭ്യാസങ്ങളിൽ ഒന്നും നടക്കയില്ല എന്നെന്നെ പഠിപ്പിച്ചു. ഞാൻ ഏതിലെല്ലാം ആശ്രയിച്ചിരുന്നു അതെല്ലാം എനിക്ക് ശൂന്യമായി തുടങ്ങി. പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നിനും മറുപടിയില്ലെന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. അങ്ങനെ എൻ്റെ പഠനങ്ങളും പ്രാർത്ഥനകളും അവിടെ വെച്ച് ആരംഭിച്ചു തുടങ്ങി. അവിടെയാണ് ശരിക്കും ആത്മാർത്ഥമായി പ്രാർത്ഥന വെളിപ്പെട്ടത്. അവിടെ വെച്ചാണ് ദൈവസ്നേഹം അറിഞ്ഞത്. അവിടുത്തെ ചർച്ചകളിൽ പോകുവാനും കാര്യാദികളിലൊക്കെ ഞാൻ പങ്കെടുത്തു. എങ്കിലും എൻ്റെ വിശേഷമായ ഞാൻ ജോലിക്ക് പോയത് ജോലി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. എൻ്റെ നാട്ടിൽ ഞങ്ങൾക്ക് ബിസിനസ്സിലാണ്, കൃഷിയുണ്ട്, ബിസിനസ്സുണ്ട്. എൻ്റെ ബിസിനസ്സിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ കോഴ്സുകളൊക്കെ പഠിച്ചത്. എന്നാൽ പ്രത്യേക ചില സാഹചര്യത്തിൽ
ഞാൻ ഒരാളോട് വാശി തീർക്കാൻ വേണ്ടി അവിടേക്ക് പോയതാണ്. ആ സ്ഥലത്തേക്ക് അങ്ങനെ ജോലിക്ക് പോയി. പക്ഷേ അതെല്ലാം എനിക്ക് ഗുണമായി എന്ന് ഞാനിപ്പോൾ പറയും. കാര്യം ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ അവിടെ വെച്ച് കഴിഞ്ഞു. അവിടെ ഇരിക്കെ എൻ്റെ വിദേശ യാത്രയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ക്രമീകരിച്ചു. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാനും വേണ്ടി ഞാൻ ക്രമീകരിച്ച് 2 വർഷത്തിന് ശേഷം 2-3 വർഷത്തിന് ശേഷം എൻ്റെ ജ്യേഷ്ഠൻ്റെ വിവാഹത്തിനായി ഞാൻ നാട്ടിലേക്ക് വന്നു. വിവാഹത്തിന് വരുമ്പോൾ വിവാഹം എല്ലാം കഴിഞ്ഞ് മടക്കിയ യാത്രയുടെ തലേ ദിവസം എൻ്റെ ചർച്ചിലെ പാസ്റ്റർ അടുക്കൽ പോയി ഞാൻ ചെന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഞാനിങ്ങനെ വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ തന്നെ ഞാനും എൻ്റെ ഒരു കസിനോട് ചേർന്നൊരു ബിസിനസ് ആരംഭിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഓർപ്പിക്കട്ടെ, പാസ്റ്റർ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. സാധാരണ പഴയ വിശ്വാസത്തിൽക്കറിയാം, രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണേ എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആട്ട് പാസ്റ്റേ ദൈവം നന്മ തന്നാൽ തരാം എന്നൊക്കെ പറഞ്ഞ് നേരെ ഹോളിലേക്ക് കയറി പ്രാർത്ഥിക്കാനായി കയറി. പക്ഷേ ഹോളിൽ കയറിയപ്പോൾ പുള്ളി ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹം എന്നോട് ദൈവാത്മ നിയോഗത്തോടെ ദൂതറിയിച്ചു, ഇമ്മീഡിയറ്റായി കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ്. എനിക്കിഷ്ടമില്ലാത്ത ദൂതായതുകൊണ്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റേ എന്നോട് ദൈവം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തിരികെ വീട്ടിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ രാവിലെ എൻ്റെ അങ്കിളുമാർ ഞങ്ങളെല്ലാവരും യാത്ര തിരിക്കുകയാണ്. എൻ്റെ പാസ്റ്റർ വന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി ഒരു വാക്കും പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. സ്തോത്രം. അത് വല്ലാത്ത ഭാരമായി എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു, എന്താ പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നിൻ്റെ ജോലി നഷ്ടമായി, ഇനി നിനക്കൊരിക്കലും ജോലി പ്രവേശിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. പണ്ട് കാലത്ത് ഇന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ ഡിസ്കല്ലുള്ളത് കറുത്ത ഒരു ഫ്ലോപ്പി ചെറുത് മാത്രം ഉള്ള ഒരു കാലഘട്ടമാണ്. ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കമ്പനിയുടെ അക്കൗണ്ട് സെക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആരെയും പിടിച്ച പോസ്റ്റിൽ ഇന്നത്തെ നെറ്റ് സിസ്റ്റങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ ഫ്ലോപ്പിക്കകത്ത് വാങ്ങിച്ച് പാക്കറ്റ് കണക്കിന് വാങ്ങിച്ച് കണക്ക് മുഴുവൻ ഞാൻ കോപ്പി ചെയ്ത് റൂമിൽ കൊണ്ട് വെച്ചിട്ടാണ് വന്നേക്കുന്നത്. എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. മനുഷ്യൻ ദൈവാത്മ നിയോഗം സംസാരിക്കുന്നതാകയാൽ ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പോൾ അറിഞ്ഞു എൻ്റെ ജോലി നഷ്ടമായി, മറ്റൊരാളെ ആ പോസ്റ്റിലേക്ക് വെക്കുന്നു എന്നറിഞ്ഞു. പക്ഷേ പല കമ്പനികൾ കയറി ഇറങ്ങി എനിക്കുണ്ട് 2 ആഴ്ച 3 ആഴ്ചയോളം സമയമുണ്ട് മറ്റ് യാത്രയ്ക്കും കാര്യങ്ങൾക്കും എൻ്റെ കുറേ പരിപാടികൾക്കെല്ലാം. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 5 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു 3 സബ്ജക്റ്റ് ഒരു പേപ്പർ എടുത്ത് എഴുതി വെച്ചു. ഒന്നാമത്തെ കാര്യം, ഈ ഉപവസിക്കുന്ന ഡേറ്റ് എഴുതി. രണ്ടാമത് ഇങ്ങനെ എഴുതി വെച്ചത്, ഒരു ഉപദേശിയെയും എൻ്റെ റൂമിൽ അയക്കരുത്. സഹോദരം, എൻ്റെ പാസ്റ്റർ ചർച്ചിലെ പാസ്റ്റർ തൊട്ടടുത്താണ് താമസിക്കുന്നത്. കാര്യം നമ്മൾ ഈ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ ദൈവദാസന്മാർ വന്ന് ചെന്ന് ചെയ്യും, നമ്മോട് പറയും കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിക്കോളാൻ പറയും. അതുകൊണ്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എഴുതിയത്, ഒരു പാസ്റ്ററും എൻ്റെ റൂമിൽ വരരുത്. രണ്ടാമത് എഴുതി വെച്ചു, ഈ 5 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം വെളിപ്പാടുകളോ പ്രവചനമോ വചനമോ ഏതെങ്കിലും മാധ്യമത്തിൽ ദൈവം എന്നോട് വ്യക്തിപരമായി ഇടപെടണം. അങ്ങനെ മൂന്നാമത് എഴുതി വെച്ച്, ഈ 5 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവം ഇടപെടുന്നില്ല എങ്കിൽ വീണ്ടും ജോലി പ്രവേശിക്കുന്ന ദൈവത്തിൻ്റെ നന്മയുടെ ഒരു ഭാഗം കർത്താവിൻ്റെ വേലയ്ക്ക് തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് എൻ്റെ ഉപവാസം ആരംഭിച്ചു. ആ പ്രാർത്ഥനയിൽ 2 ദിവസം നിങ്ങൾ അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റിയാൽ നല്ലതാണ്. അവധിയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ വേറിട്ടിരുന്നാൽ നല്ലതാണ്. കഴിയുമെങ്കിൽ കുടുംബമൊക്കെ മാറ്റി നിർത്തിയേച്ച് ഫോണുമൊക്കെ വീട്ടിലിട്ടേച്ച് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കണം. ഇപ്പോഴും ഞാൻ അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഞങ്ങൾ 2-3 കൂട്ടുകാർ ചേർന്ന് പോകാറുണ്ട്. സ്തോത്രം. അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന പ്രാർത്ഥിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അന്നുള്ള എക്സ്പീരിയൻസാണ്. പക്ഷേ അന്നൊക്കെ ഫോണില്ലാത്തത് കൊണ്ട് രക്ഷയായി. സ്തോത്രം. ഇപ്പം നമ്മൾ 3 ദിവസം 5 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ 3 ദിവസം നമ്മൾ ഫോണേ നോക്കും, മൊത്തം ടൈം നോക്കിയാൽ 2 ദിവസത്തെ പ്രാർത്ഥന എന്ത് ചെയ്തുള്ളൂ, നടക്കത്തുള്ളൂ. അന്ന് ആ സാധനം ഇല്ലാത്തതിനാണ് ഞാൻ സ്തോത്രം പറയുന്നത്. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ച് രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെയാണ് എൻ്റെ പ്രാർത്ഥന. 8 മണിക്ക് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ സ്തോത്ര പ്രാർത്ഥന ആരംഭിക്കും. എല്ലാറ്റിനും സ്തോത്രം പറയുക. നമുക്കിപ്പോൾ സ്തോത്രം പറഞ്ഞാൽ, ഞാൻ പാസ്റ്റർ പറഞ്ഞു സ്തോത്രം പറയാം എന്ന് പറഞ്ഞപ്പം 1-2 പേരെ പറഞ്ഞുള്ളൂ. ബാക്കി ആരും എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. അതിനായി സ്തോത്രം. സ്തോത്രം. നമ്മൾ സ്തോത്രം പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം. വേദപുസ്തകം പറയും, നമ്മൾ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒത്തിരി എഫക്റ്റാണ് സ്തോത്ര പ്രാർത്ഥന. വേദപുസ്തകം പറഞ്ഞത്, നിങ്ങൾ ലഭിച്ചു കഴിഞ്ഞ് നോർത്ത് എന്ത് ചെയ്യണം, സ്തോത്രം ചെയ്യുവീൻ. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തെ പ്രധാനമായി അറിയേണ്ടതാ, സ്തോത്രം പറയാൻ നമുക്ക് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ കുറേ അങ്ങ് കുത്തിയിരുന്ന് പറയുന്നതിനേക്കാൾ ദൈവം അത് തന്നിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ അത് കൽപ്പിച്ച് പറഞ്ഞെങ്കിൽ അത് സംഭവ്യമായി വരും. സ്തോത്രം. അങ്ങനെ സ്തോത്ര പ്രാർത്ഥന ആരംഭിക്കും. ദൈവം തന്നതിന് പറയും, തരാനുള്ളതിന് സ്തോത്രം പറയും.
അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഒറ്റയ്ക്കിരുന്ന് പാട്ടുപാടി ആത്മാവിൽ ആരാധിക്കും. വീണ്ടും കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം പുസ്തക വായന ആരംഭിക്കും. ആക്സ് എന്ന പുസ്തകമാണ് ഞാൻ വായിക്കുന്നത്. ആ സമയത്ത് അതിൻ്റെ 1-ാം അധ്യായം മുതൽ എൻ്റെ വായന ആരംഭിച്ചു. ഇങ്ങനെ 2-ാം ദിവസം എത്തി. 3-ാം ദിവസം 2 ദിവസം വരെ പ്രാർത്ഥിച്ചു തുടങ്ങി. പക്ഷേ 2 ദിവസം വരെയും ഒരു മാറ്റവും എനിക്കില്ല. ഇതിങ്ങനെ നടക്കുന്നതല്ലാതെ ഒരു മാറ്റവും ഇല്ലാത്തൊരു സ്ഥലമാണ്. 3-ാമത്തെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായി കരയാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എന്നിലെന്തോ സംഭവിക്കാൻ പോകുന്നു. എനിക്ക് കരയുന്ന ഒരു മനസ്സില്ലായിരുന്നു. എൻ്റെ അപ്പൻ അടിച്ചാലോ ആരെന്ത് ചെയ്താലോ ഞാൻ കരയാറില്ല. എത്ര അടിച്ചാലും ഞാൻ കരയത്തില്ല. കാരണം അങ്ങനെ കന്ന് നിന്ന് കൊള്ളുന്ന പോലെ ഞാൻ കൊള്ളും. അങ്ങനെ ഒരു മൈൻഡായി മാറിയായിരുന്നു. അതുകൊണ്ട് കരയാത്തൊരു മൈൻഡായിരുന്നു എൻ്റേത്. പക്ഷേ 3-ാമത്തെ രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ഞാൻ ഓട്ടോമാറ്റിക് കരയാൻ തുടങ്ങി. കാരണം എന്നിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് കുളിച്ച് റെഡിയായി ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് ഞാൻ പോയി പ്രാർത്ഥിക്കാനിരുന്നു. ആ പ്രാർത്ഥനയിലാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ സകലവും ഞാൻ നിന്നോട് അറിയിച്ചിരിക്കുന്നു. ഇതെനിക്ക് വേദപുസ്തകം വായിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇത് വേദപുസ്തക വാക്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. ഇവിടെ പഴയ വിശ്വാസികൾക്കെല്ലാം ഉണ്ടാകുന്ന, നമ്മളെല്ലാം തലതിരിഞ്ഞ് ചിന്തിക്കുന്നവരാ പഴയ വിശ്വാസികൾ. ആരാ പഴയ വിശ്വാസി എന്ന് പറഞ്ഞതാ? 3-ാം തലമുറക്കാർ. നമ്മളെല്ലാം തലതിരിഞ്ഞേ ചിന്തിക്കത്തുള്ളൂ. നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊന്നും എന്ത് ചെയ്യത്തില്ല. ഒരു പ്രസംഗം പ്രസംഗിച്ചാൽ അതിൻ്റെ അകത്ത് എവിടെ വീക്ക് പോയിന്റ് ഉണ്ടോ നമ്മൾ എന്ത് ചെയ്യും? 1000 നല്ല ഗുണം പറയുന്നത് നമ്മൾ എന്ത് ചെയ്യത്തില്ല. പറ, നിങ്ങൾ തന്നെ നത്തിരിക്കുന്നു ഇരിക്കുന്നേ സോദരം. 1000 നല്ല ഗുണമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. എവിടെ അതിൻ്റെ അകത്ത് വീക്ക്നെസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് മലയാളിയുടെ ഒരു ഗുണമാണ്. അത് മലയാളിക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഒരു രാജ്യക്കാർക്കും ഒരു സ്റ്റേറ്റുകാർക്കും ഇല്ല സോദരം. അതൊട്ട് കളയാൻ പോകുന്നുമില്ല നമ്മൾ. അതാണ് നമ്മുടെ പ്രത്യേകതയാണ്. കാരണം നമ്മൾ കുറ്റം പറയാൻ മാത്രം നടക്കുന്ന പുള്ളികളാണ്. എനിക്കും ആ സ്വഭാവമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാനും നിങ്ങളെയൊക്കെ മിടുക്കനാ. അതുകൊണ്ടായി പറയുന്നേ. പെട്ടെന്ന് എനിക്ക് പ്രാർത്ഥന തോന്നിയപ്പം എൻ്റെ ഉള്ളിൽ ചിന്ത വന്ന്, യേശു 40 ദിവസം ഉപസിച്ചപ്പം പിശാച് എന്ത് ചെയ്തു? അടുത്ത് വന്നപ്പം അങ്ങനെ വല്ല തോന്നലായിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. പോയി പുസ്തക വായന തുടങ്ങി. അങ്ങനെ 20-ാം അധ്യായം വായിച്ചു വരുമ്പോഴാണ് ഈ വാക്യം കണ്ടു. അതിനുശേഷം മുൻപ് വായിക്കുന്നതോ പിൻപ് വായിക്കുന്നതോ ഒന്നും മനസ്സിലാകുന്നില്ല. ഈ വചനം തന്നെ എൻ്റെ ഹൃദയത്തോട് ഇടപെട്ടു. പുസ്തകം മടക്കി വെച്ചിട്ട് ഞാൻ വീണ്ടും വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ 8x10 ഒരു മുറിയാണ്. ആ മുറിയിൽ ഞാനൊരു ഭിത്തി ചേർന്നാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മുറിയിൽ മുഴങ്ങി കേൾക്കുമാറ് ഈ വാക്യം ഒരാൾ വിളിച്ചു പറയുകയും, ഏതെല്ലാം പ്രവാചകന്മാർ എന്നോട് ദൂത് പറഞ്ഞോ അതെല്ലാം ഞാനൊരു 2-2.5 മണിക്കൂർ എൻ്റെ ലാസ്റ്റിൽ പറഞ്ഞ ദൈവദാസൻ ലോക്കൽ ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞ ദൂത് വരെയുള്ളത് ഞാൻ കണ്ടു. എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് ദൈവം എനിക്ക് കാണിച്ചു തന്നു. അന്ന് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിച്ചു. അന്ന് മുതൽ എൻ്റെ മിനിസ്ട്രി ആരംഭിച്ചു. സ്തോത്രം. കേരളത്തിൽ കുറേ വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഹിമാചലിൽ കർത്താവിൻ്റെ വേലയിലായിരുന്നു. ഞാൻ അസംബ്ലീസ് കൊണ്ട് വർക്കറായി ഹിമാചൽ പ്രദേശിൽ ആദ്യത്തെ സുവിശേഷകനായി അവിടെ പോകാൻ ദൈവം അവസരമൊരുക്കി. ഇന്ന് 10-14 ചർച്ചുകൾ ആ സ്റ്റേറ്റിലുണ്ട്. അതിനുശേഷം ഞാൻ കർണാടകത്തിലേക്ക് വന്നു. അവിടെയും ചർച്ചുകൾ സ്റ്റാർട്ട് ചെയ്തു. തിരികെ വീണ്ടും കേരളത്തിലേക്ക് മടങ്ങി വന്നു. കേരളത്തിൽ ഇപ്പോൾ ഞാൻ 6-ാമത്തെ ചർച്ച് പയനർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എൻ്റെ ഇതുവരെയും പഴയ ചർച്ചിലെ പാസ്റ്ററും പഴയ ചർച്ചിലെ വിശ്വാസിയും പുതിയ ചർച്ചിലെ പാസ്റ്ററുമാണ്. പഴയ ചർച്ചിലെ പാസ്റ്ററാകാൻ എന്നെ കൊള്ളത്തില്ല. അതിന് സഹിഷ്ണുത, ക്ഷമ ഒക്കെ ഒത്തിരി വേണം. കാരണം ഇല്ലാതെ പഴയ ചർച്ചിലെ പാസ്റ്ററാകാൻ പറ്റുകയില്ല. അതുകൊണ്ട് പഴയ ചർച്ചിലെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ കാണുമ്പം എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം എന്തെല്ലാം ചീത്തവിളി കേൾക്കണം അവർ, ശരിയല്ലേ? എന്തെല്ലാം പള്ളും പറച്ചിൽ കേൾക്കണം, എന്തെല്ലാം കുറ്റപ്പറച്ചിൽ കേൾക്കണം, എന്തെല്ലാം സഹിച്ചിരിക്കുന്ന ദൈവദാസന്മാരെ ഞാൻ സമ്മതിച്ചു കൊടുക്കും. എനിക്കങ്ങനത്തെ കുഴപ്പം ഉണ്ടാകത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഫ്രഷാണ്. സോദര, ഈ ഫ്രഷ് ആയതുകൊണ്ട് നമ്മളാണ് അവരുടെ മലയാളികൾക്ക് ദൈവം, വടക്കേന്ത്യക്കാർക്ക് ഞാനാണ് 1-ാം സ്ഥാനവും 2-ാം സ്ഥാനം ദൈവത്തിനുമാണ്. പിന്നീട് കുറേ വർഷം കഴിയുമ്പോഴേ 1-ാം സ്ഥാനം ദൈവത്തിനും 2-ാം സ്ഥാനം നമുക്കുമായി വരത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് എനിക്ക് ജനത്തിലൂടെ അറിയാൻ പറ്റി. അതുകൊണ്ട് ഒരു ചർച്ചിൽ മാത്രമേ ഞാൻ അല്പനാൾ പഴക്കമായി ഇരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ മോൻ സുവിശേഷ വേലയ്ക്ക് പോകാനിരുന്ന മോൻ നേഴ്സിംഗ് പഠിക്കാൻ പോയി. സഹോദര, സുവിശേഷ വേലയ്ക്ക് പോകാൻ തീരുമാനം എടുത്തവനാണ്. നല്ല നമ്മുടെ വിശ്വാസിയുടെ ഗുണം കൊണ്ട് എൻ്റെ മോൻ ഇപ്പം നേഴ്സിംഗ് 4-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതിനായി ഞാൻ സ്തോത്രം പറയുന്നു. കർത്താവ് അങ്ങനെ അവനെ സന്ദർശിക്കട്ടെ. തക്ക സമയമാകുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്കായി അവനെ വിളിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക്
വൈഫ് 2 കുട്ടികൾ, ഞങ്ങൾ 4 പേരും അത്ഭുതത്തിൻ്റെ സാക്ഷികളാണ്. എൻ്റെ വൈഫിനെ സംബന്ധിച്ചോളം ഞാൻ ഇങ്ങനെ പറയും, യഥാർത്ഥ ദൈവവേദൻ നിങ്ങൾ നല്ല പെർഫെക്റ്റ് ദൈവമക്കളാണെങ്കിൽ നിങ്ങൾ അഗ്നിശോധനയ്ക്കകത്തൂടെ പോവും. സ്തോത്രം. ഒരു കഷ്ടകാലം ഒരാൾക്കും വരുന്നില്ലെങ്കിൽ ഓർത്തോണം, എവിടെയോ നിങ്ങൾക്ക് പാളിച്ചുണ്ട്. സ്തോത്രം. ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് ഇങ്ങനെയുണ്ട്, കഷ്ടമുണ്ട്. സ്തോത്രം. കഷ്ടതയില്ലാത്തതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത്. ക്രിസ്തുവിൻ്റെ നിന്ന ധരിച്ചവനെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് കഷ്ടമുണ്ട്, യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് വേദനയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടങ്ങൾ ഞാൻ കണ്ടു. എൻ്റെ വൈഫിന് എൻ്റെ കൂടെ വന്ന ശേഷം 17 സർജറി കഴിഞ്ഞു. സ്തോത്രം. ഇത്രയും നാളിനിടയിൽ 17 സർജറി എൻ്റെ കൂടെ വന്ന ശേഷം നടന്നു കഴിഞ്ഞു. പല പ്രാവശ്യം എൻ്റെ വൈഫ് മരിച്ചു പോകുമെന്ന് വിധി പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ ഫുൾ ശരീരത്തിൽ സ്പ്രെഡായിട്ടുണ്ട്. പ്രാർത്ഥനയുടെ മറുപടി കണ്ടിട്ടുണ്ട് ഞാൻ. എൻ്റെ വൈഫിന് ഇപ്പോൾ കാല് ആംബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അതിനിടയിൽ 4 പ്രാവശ്യം ക്രിട്ടിക്കലായി മാറിയ ഘട്ടങ്ങളുണ്ട്. ഇന്ന് എൻ്റെ വൈഫ് ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. ജീവിതത്തിൽ അനേക ക്ലേശങ്ങൾ. 2 വർഷം 2023-24 പുരവിട്ട് പുറത്തിറങ്ങാൻ പറ്റാതെ വേദനയ്ക്കകത്തൂടെ പോയിട്ടുണ്ട്. അവിടെ ഒക്കെ ഇറങ്ങി വരുന്ന ദൈവത്തെ ഞാൻ കണ്ടു. എൻ്റെ മോള് ജനിച്ചപ്പം ബുക്കിൽ കൂടി ചുറ്റി കാലും തലയും കൂടെ പുറകോട്ട് വളഞ്ഞ് മരിച്ചുപോയ കുട്ടിയാണ്. ഓപ്പറേഷൻ ചെയ്തെടുത്ത് വേസ്റ്റായി കളഞ്ഞതാ. 15 മിനിറ്റ് ശേഷം തിരികെ ജീവനോടെ ദൈവം മടക്കി തന്നു. സ്തോത്രം. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉടനെ കരഞ്ഞില്ലെങ്കിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നേഴ്സുമാർക്കറിയാം. കുഞ്ഞിൻ്റെ ബുദ്ധി വളരത്തില്ല. ഇല്ലെങ്കിൽ അതുകൊണ്ടാണ് ജനിക്കുന്ന കുഞ്ഞിനെ നേഴ്സുമാരോ ഡോക്ടർമാരോ സഡൻലി കരയിക്കും. കരയാതെ വന്നാൽ ആ കുഞ്ഞുങ്ങളുടെ ബുദ്ധിക്ക് കാര്യമായ വളർച്ച ഉണ്ടാകുകയില്ല. എൻ്റെ മകൾക്കും നന്നായി പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പ്രാർത്ഥനയുടെ മാത്രം അവളെ സ്കൂളിൽ വിട്ടു, നേഴ്സറി വിട്ടു, പഠിക്കാൻ കഴിഞ്ഞില്ല. അവിടെ വെച്ചാണ് എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ വിളിച്ച് പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ട് എന്ന് പറയാൻ ഇടയായി തീർന്നു. അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എറണാകുളം IQ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ മോൾ 14 വയസ്സ് കഴിയാതെ ഒന്നും പഠിക്കുകയില്ല എന്ന് എന്നോട് പറഞ്ഞു. കേട്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. അതുകൊണ്ട് അത്ര സ്കൂളിൽ പഠിപ്പിക്കാൻ വിടണമെന്ന് പറഞ്ഞു. എൻ്റെ മോൾ അത്ര സ്കൂളിലൊന്നുമല്ല പഠിച്ചത്. അന്നേ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൂ, പിന്നെ ഒരിക്കലും പോകേണ്ടി വന്നിട്ടില്ല. എൻ്റെ മകളെ ദൈവം അത്ഭുതമായി സൗഖ്യപ്പെടുത്തി. ഇന്ന് ഇറ്റലിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. 5 ഭാഷ കൈകാര്യം ചെയ്യും. സ്തോത്രം. ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി കൊടുക്കുന്ന ദൈവത്തെ ഞാൻ കണ്ടു. വിവേകമില്ലാത്ത വിവേകം കൊടുക്കുന്ന ദൈവത്തെ ഞാൻ കണ്ടു. ബുദ്ധിക്ക് വളർച്ചയില്ലാത്തവർക്ക് വളർച്ച കൊടുക്കുന്ന ദൈവത്തെ ഞാൻ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാൻ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത വലിയ അത്ഭുതങ്ങൾ ഒത്തിരിയുണ്ട്. എൻ്റെ മോൻ ജനിച്ച എൻ്റെ 4ാമത്തെ ദിവസം പെടലി വലതുവശത്തേക്ക് വളഞ്ഞുപോയി. മെഡിക്കൽ ശാസ്ത്രം കൈവിട്ടതാ. എന്നാൽ പ്രാർത്ഥനയോടെ മാത്രം തിരികെ 7 മാസം പൂർത്തിയായി. മറ്റൊരാളുടെ ഭൂതത്തെ ഇറക്കുമ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞങ്ങളുടെ കൈ കിടക്കുന്നതിനെ നീ പിടിക്കുന്നു, നിന്റെ കൊച്ചിനെ നിനക്ക് നേരെയാക്കാമോ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അത്ഭുതത്തോടെ 7ാമത്തെ മാസം കഴിഞ്ഞ് 21 സുബുസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈ 15ാമത്തെ ദിവസം വൈകിട്ട് 6 മണിക്ക് ആരും കൈതൊടാതെ പരിശുദ്ധാത്മ ശക്തിയിൽ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഞാൻ ചുരുക്കി പറയുകയാ, 14 ദിവസവും ഞാൻ എണ്ണ പൂശി പ്രാർത്ഥിച്ചു. 14 ദിവസവും ഞാനും വൈഫും കൂടെ കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു. 15ാമത്തെ ദിവസം ഉച്ചവരെ പ്രാർത്ഥിച്ചു, മറുപടി കണ്ടില്ല. 15 ദിവസം നേരെയാക്കാമെന്ന് പറഞ്ഞ ദൈവം ഉച്ച കഴിഞ്ഞപ്പോഴാണ് എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നത്. ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും പിതാപുത്രൻ മഹത്വപ്പെടുത്തരാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ആ വാഗ്ദത്ത പ്രകാരം കുഞ്ഞിനെ നടുക്ക് കടത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളുടെ മേൽ അമാനുഷികമായി വലിയൊരു ദൈവശക്തി ഇറങ്ങി. ഇവിടേക്കെൻ്റെ ജനത്തോട് പറയുക, നിങ്ങളുടെ മേൽ വിശേഷ ആത്മസാന്നിധ്യം ഇറങ്ങണം, പരിശുദ്ധാത്മ പകർച്ച ഇറങ്ങണം. നിങ്ങളുടെ ഭാരമോ നിങ്ങളുടെ വേദനയോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് ക്ലേശങ്ങളെയും മാറ്റാൻ കഴിയുന്നത് മാനുഷിക വാക്കുകൊണ്ട് പറ്റുകയില്ല. സകല വേദനകളെയും നീക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. ആ പരിശുദ്ധാത്മ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഇറങ്ങി. ഇരുന്ന സ്ഥലം മറന്ന് ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ നടുവിൽ ഒരു വലിയ ദൈവസാന്നിധ്യം ഇറങ്ങിയപ്പോൾ എൻ്റെ മകനിൽ നിന്നൊരു പ്രത്യേക ശബ്ദം കേട്ട് ഞാൻ കിടുങ്ങോന്നൊരു ശബ്ദം കേട്ടാൽ കണ്ണു തുറന്ന് നോക്കുന്നത്, എൻ്റെ മോനെ കൈ തൊടാതെ സ്വർഗത്തിലെ ദൈവം അവൻ്റെ പെടല് നേരെയാക്കി. ഈ സൈഡ് മുഴുവൻ അങ്ങ് അകത്തേക്ക് പോയി വല്ലാതെ ഷേപ്പ്ലെസ്സായി. ഒരു കപ്പളങ്ങ പോലെ ഇരിപ്പുണ്ട് തല, കണ്ണൊക്കെ കൊച്ചു കണ്ണുകളും മാത്രം. എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ്. കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഒരിക്കൽ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഇവൻ എന്നോടൊപ്പം വന്നാൽ രോഗികൾ സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന നാണക്കേട് അങ്ങയ്ക്ക.
രണ്ട്, കർത്താവ് ഇവൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയാൽ ഇവൻ പ്രസംഗിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ ഇരുന്ന നാണക്കേട് അങ്ങയ്ക്ക. ഇതിൻ്റെ അകത്തിരിക്കുക ദൈവമക്കളെ, നിങ്ങളുടെ മക്കളെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത്, മക്കൾ നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെ ദാനം. ദാനം തന്നവന് അത് കൈകാര്യം ചെയ്യാൻ എങ്ങനെയെന്നറിയാം. ദാനം തന്നവൻ്റെ ഇഷ്ടമാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ആ ദാനം ചെയ്ത് ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ച് എണ്ണ വാരി പൊത്തി പ്രാർത്ഥിച്ചു. ഇന്നെനിക്ക് സന്തോഷത്തോടെ പറയാം, 95% എൻ്റെ മകൻ്റെ തല നേരെയാണ്. 5% വിറ്റ്നസ്സിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഓർപ്പിച്ചതിൻ്റെ കാരണം, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം നമ്മുടെ ദൈവം. ഹൈ ആസ്മ പേഷ്യൻ്റ് ആയിരുന്നു ഞാൻ. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചു. പക്ഷേ കർത്താവിനെ അത്ഭുതമായി സൗഖ്യമാക്കി. ഇവിടേക്ക് ജനത്തോട് പറയുന്നു, സകല രോഗത്തിനും മതിയായ ദൈവം, സകല വേദനകൾക്കും മതിയായ ദൈവം, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒരുക്കി വിശ്വസ്തയോടെ യാത്ര ചെയ്താൽ, സ്തോത്രം, നമുക്കൊരു വലിയ സന്തോഷം വെളിപ്പെടും. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുമെന്ന് പറയുന്നു. ഞാനിങ്ങനെ പറയും, ഞാനും എൻ്റെ വൈഫിനും ഒക്കെ ശോധനയ്ക്കകത്തൂടെ പോകുമ്പോഴും ഒറ്റ ദിവസം പോലും തിരിച്ച് ദൈവത്തെ ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. എൻ്റെ ദൈവമേ എന്താ ഇങ്ങനെ തന്നെന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. കാര്യം ദൈവം അറിയാതെ ഞങ്ങൾക്കൊന്നും വരികയില്ലെന്നറിയാം. ഇവിടേക്കത് ജനത്തോട് ഞാൻ പറയുക, നിങ്ങൾ ഒരു കാലത്തും ദൈവത്തെ ചോദ്യം ചെയ്യരുത്. ഹല്ലേലൂയ. നന്മയും തിന്മയും അനുഭവിപ്പാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാ. എന്നാൽ നമ്മുടെ സന്തോഷം എവിടെ പൂർണ്ണമാകുന്നതെന്നറിയാമോ? ഇവിടെയല്ല, അവിടെയാണ് പൂർണ്ണമാകുന്നത്. ഇവിടെ സങ്കടം വരാം, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എത്രയോ പ്രാവശ്യമെന്നറിയാമോ, പിശാചേ നീ എൻ്റെ ഭാര്യയെ എടുത്താലും ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും, എൻ്റെ കുഞ്ഞുങ്ങളെ നീ എടുത്താലും ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും എന്ന് പല പ്രാവശ്യം വാക്ക് പറഞ്ഞവനാ. കാരണം ഈ ഭൂമിയിലെ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് ഒരു വലിയ പ്രത്യാശ നമ്മുടെ അകത്തുണ്ട്. സ്തോത്രം. ആ ഒരാളുടെ പ്രത്യാശ ഞാൻ പറയാം. മോൻ എത്ര വയസ്സുണ്ടാ? രണ്ടാമതിരിക്കുന്ന 12 years. ഇവൻ എത്ര ദൈവകൃപ കാണും നിങ്ങൾ മനസ്സിലാക്കുമോ? കായംകുളത്ത് വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ്, ഇന്ന് കേരളത്തിലെ പ്രധാന ആയിരുന്നു. അദ്ദേഹം വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. അദ്ദേഹത്തിന് ഒറ്റ മോനേ ഉള്ളൂ. കായംകുളംകാരുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇപ്പം താമസിക്കുന്ന വീടടക്കം. സദാ ഒറ്റ മോനേ ഉള്ളൂ. കായംകുളം അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലെ വിശ്വാസിയാണ്. ഞാൻ ആ ചർച്ചിൽ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. യാരോ സ്തോത്രം. ആ ചർച്ചിൽ ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ ഒരല്പം പ്രാർത്ഥിക്കാൻ ലാഗ് വന്നാൽ ഈ കൊച്ചൻ കയറി പ്രാർത്ഥിക്കും. 12 വയസ്സ്, അന്ന് 11 വയസ്സേ ഉള്ളൂ. അവനെ കയറി ഒരു പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കും. സൺഡേ സ്കൂളിൽ സാക്ഷ്യം പറഞ്ഞാൽ ഏറ്റവും അവസാനം അവൻ 5 മിനിറ്റ് കുറയാതെ പ്രസംഗിക്കും. എവിടെ പരസ്യോഗം ഉണ്ടെങ്കിലും പരസ്യോഗത്തിന് പോയി ട്രാക്ട് കൊടുക്കും. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് വെള്ള പാൻറ്റും വെള്ള ഷർട്ടും. വളരെ ആക്റ്റീവായി നിൽക്കുന്ന പയ്യൻ. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു അസുഖം വന്നു. പുഷ്പരി ആശുപത്രി കൊണ്ട് ചെന്നു. ആ പയ്യനോട് വീട്ടുകാരോട് പറഞ്ഞു, കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ ചെയ്തോളൂ, ആ കുട്ടി പോകും. അവനെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൻ അവധി എടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നേ ഉള്ളൂ, വേറൊന്നില്ല. ഈ കുഞ്ഞിന് ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും, അവന് കൊടുക്കേണ്ട ഭക്ഷണങ്ങളെല്ലാം കൊടുക്കും. ദിവസവും രാവിലെ കുളിപ്പിച്ച് റെഡിയാക്കി അവനെ കിടത്തും, അവന് ഭക്ഷണം കൊടുക്കും. ഇവർ രണ്ടുപേരും കൂടെ മുറ്റത്ത് പോയിരുന്ന് കരയും. 12 വയസ്സിൻ്റെ ദർശനം കണ്ടോണം. മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഇവന് കാപ്പിയെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഈ അപ്പനോടും അമ്മയോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങളിനി കരയരുത്. പറഞ്ഞ വാചകം ഇങ്ങനെയാ, നാളെ സ്വർഗത്തിലെ ദൂതന്മാർ വരും, എന്നെ കൊണ്ടുപോകും. രാവിലെ നിങ്ങൾ എന്നെ കുളിപ്പിച്ച് വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഇടണം, എന്നെ ഒരുക്കി കിടത്തണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കുന്നു, സംഘത്തിരക്കാരൻ പറഞ്ഞു, എൻ്റെ ആയുസ് എത്രയെന്ന് എന്നെ അറിയിക്കണമേ. 12 വയസ്സാണ്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോണേ, 12 വയസ്സുകാരുടെ ദർശനമാ. അവനെ ഒരുക്കി കിടത്തി രാവിലെ കുളിപ്പിച്ച് റെഡിയായി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സഭക്കാരെല്ലാം തലേദിവസത്തെ ഈ വാർത്ത അറിഞ്ഞു. രാവിലെ എല്ലാവരും വരാനിരിക്കുക പ്രാർത്ഥിക്കാൻ. അന്ന് വന്നിരുന്ന എല്ലാവരും പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് ഡേ പ്രാർത്ഥിക്കാൻ വരുന്നതിന് മുമ്പ് ഇവനെ കുളിപ്പിച്ച് റെഡിയായി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞു പറഞ്ഞ വാചകം ഇങ്ങനെയാ, അതാ സ്വർഗത്തിലെ ദൂതന്മാർ വരുന്നു എന്നെ കൊണ്ടുപോകാൻ. അവൻ ഒരു ഭക്ഷണം വാങ്ങിച്ചതറിയാം. അവൻ ടാറ്റ കാണിച്ച് പിറകിലേക്ക് വീണു. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ നിങ്ങളോട് ചോദിക്കുന്നു,
ആ 12 വയസ്സുകാരൻ്റെ അകത്തെ ദർശനം. ആ കൊച്ചൻ അമ്മയോട് അപ്പനും പറഞ്ഞത്, ഞാൻ ഇവിടെ നിന്നും പോകുന്നു, നമ്മൾ അവിടെ കാണും. ഇതിനകത്തിരിക്കും നിങ്ങൾ അറിയണം, ഒരാടകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ, ഞാൻ അതുകൊണ്ടാണ് ദൈവമക്കളെ, എനിക്ക് ഈ മരണത്തെ ഭയമില്ല, ജീവിതത്തിൽ ഒന്നിനോട് ഒത്തിരി ഇഷ്ടമില്ല. ഈ ലോകത്തേക്കാൾ വലുതായി ഒന്ന് എനിക്ക് നിത്യതയിലുണ്ടെന്നൊരു ഉറപ്പുണ്ട്. ഇവിടേക്ക് നിങ്ങളോടും പറയുക, അത് ഏറ്റവും വലുതൊന്ന് അവിടെ ഉണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തേക്ക് പോകുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? അത് നിങ്ങളുടെ ഉള്ളിൽ ചിന്തിക്കപ്പെടണം. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മെസ്സേജ് നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഇന്ന് പകൽ ഞാൻ സന്ധ്യ ഓടിച്ചോർപ്പിക്കുന്നത്, സ്തോത്രം, എവിടെയാണ് നമ്മുടെ കർത്താവ് വരാൻ സമയമായോ ഇല്ലയോ നാം ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. നാം വളരെ കാത്തിരുന്ന് ഇതുവരെ കർത്താവ് വരികയില്ല എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നമ്മുടെ കർത്താവ് വരാറായി. വിരളയിലെണ്ണാവുന്ന വർഷത്തിനകം എൻ്റെ യേശു വരും, ഗ്യാരണ്ടി. വന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ യൂട്യൂബിലിട്ട് നാറ്റിക്കണം. നിങ്ങൾ നാറ്റിക്കത്തില്ലേ? നാറ്റിക്കണം. എന്താ ഇത്ര തൻ്റെ അടുത്തോടെ പറഞ്ഞറിയാവോ? അതിനു മുമ്പ് കർത്താവ് വരുമെന്ന് എനിക്കറിയാം, തെളിയിച്ചു തരാം. നിങ്ങൾ പറയണം എപ്പോൾ വരുമെന്ന്. നിങ്ങൾ UK വന്നിട്ട് ഇനി 10 വർഷം ഇവന്മാരുടെ ബില്ലൊന്നും നോക്കിയിരിക്കണ്ട. ആരുടെ? ഇപ്പം എല്ലാവരുടെയും അങ്കലാപ്പിൽ ചെറിയ മുട്ട വെച്ചാൽ പുഴുങ്ങാന്ന് പരുത്തിലുണ്ടല്ലോ. ഏതാ? 4.5 വർഷം കഴിഞ്ഞവരൊക്കെ രക്ഷ വിട്ടെന്ന് പറയാം. അടുത്ത 1 വർഷം 6 മാസവും 2 വർഷം ആയവരെല്ലാം മുട്ട വെച്ചാൽ പുഴുങ്ങാം. നിങ്ങളിപ്പോൾ പുഴുങ്ങത്തില്ല, അതെനിക്കറിയാം. അടുത്ത വർഷം ബില്ല് പാസ്സാകുമ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ? കറക്റ്റ് നിങ്ങൾ ഉപവാസവും പ്രാർത്ഥന തുടങ്ങത്തുള്ളൂ. അത് വരെ നിങ്ങൾ എന്ത് ചെയ്യും? ആരാണ്ടൊക്കെ പറഞ്ഞ് തള്ളിക്കളയും. ഒന്നും തള്ളത്തൊന്നുമില്ല, അത് നടക്കും. അത് നടക്കും. അപ്പം നമ്മൾ താനെ എന്ത് ചെയ്യും? അവിടെ വിടുന്നില്ലല്ലോ. അപ്പം താനെ നമ്മളെന്ത് തുടങ്ങും? പിന്നെ പ്രാർത്ഥിക്കാത്ത പുള്ളികളെല്ലാം ഉറക്കമാണ്, സ്ട്രെസ്സാണ്, അതുകൊണ്ട് കടന്ന് വിശ്രമിക്കട്ടെ എന്ന് പറയുന്ന പുള്ളികളെല്ലാം കൂടെ എന്ത് ചെയ്യും? സ്ട്രെസ് കളഞ്ഞിട്ടങ്ങ് പ്രാർത്ഥന തുടങ്ങും. സഹോദരാ, അതുകൊണ്ട് ഇപ്പം പ്രാർത്ഥിച്ചാൽ അന്ന് ഒത്തിരി കരയണ്ട. ഇപ്പം നന്നായി ആരാധിച്ചാൽ അന്ന് ഒത്തിരി കരയേണ്ടി വരികയില്ല. എങ്കിലും ഞാൻ പറയുന്നു, അധിക കാലം നമുക്ക് ഈ ഭൂമിയിലില്ല. ആർക്കില്ല? നമുക്കെന്ന് പറയുമ്പം ആർക്കാന്ന് ഓർക്കണം, എല്ലാവർക്കും കൂടെ അല്ല ഞാൻ ഈ വർത്താനം പറയുന്നത്. സഹോദരാ, കഴിഞ്ഞ ദിവസം വന്നവർക്കറിയാം ആർക്കൊക്കെ പോകുന്നുള്ള ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം വന്നവർക്ക്. സഹോദരം, അതുകൊണ്ട് എല്ലാവരെയും ചേർക്കാനാണ് യേശു വരുന്നതെന്ന് ആരും ചിന്തിക്കരുത്. സഹോദരം, വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ ചേർക്കാൻ എൻ്റെ യേശു വരാൻ പോകുകയാണ്. എപ്പോൾ വരും? 5-6 കൂട്ടം തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് നിരത്തി വയ്ക്കുന്നു. വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 5-ാം വാക്യം. വമ്പൻ ദൂഷണം സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. മതി. വമ്പൻ ദൂഷണവും പറയുന്ന നാവ് അതിന് ലഭിച്ചു. ആർക്ക് ലഭിച്ചു? മൃഗത്തിന് ലഭിച്ചു. ഏത് മൃഗം? മൃഗം സംസാരിക്കുന്നു. ഏത് മൃഗം സംസാരിക്കുന്നേ ഇപ്പം? ഏത് മൃഗമാ? ഇപ്പൊ ഒന്ന് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. മേരാ നാം സോഫിയ. ആരാ? കമ്പ്യൂട്ടർ പഠിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നവർ? ഓക്കെ, ഞങ്ങൾക്കറിയാം. ഡേറ്റ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതല്ലാതെ കമ്പ്യൂട്ടർ ഒന്നും എന്ത് ചെയ്യത്തില്ല, എക്സ്ട്രാ ചെയ്യാറില്ല. പ്രോഗ്രാമിൽ ചെയ്ത് വെക്കുന്ന കാര്യം അത് പ്രോസസ്സ് ചെയ്ത് വിടുന്നു മാത്രം. പക്ഷേ സോഫിയോട് ചോദിച്ചപ്പോൾ പത്രക്കാർ ചോദിച്ച സകല ചോദ്യത്തിനും മെമ്മറിയിൽ ഇല്ലാത്തതിനും എല്ലാം ഉത്തരം പറഞ്ഞു. നമുക്കെല്ലാം പ്രവചനം ഇഷ്ടമല്ലേ? നമ്മൾ നന്നായില്ലേലും പെന്തക്കോസ്താർക്ക് ഒരു ഗുണം എന്തുകൊണ്ട്? പറ. എൻ്റെ ഞാൻ നിർത്താൻ പോവാ. സഹോദരാ, ഞാനിപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട്, രണ്ടാമത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ശരിയാ 10-15 പേരേ ഉള്ളൂ. എന്നെ അസുഖമായിരുന്നു അറിയാം. ശ്രദ്ധിച്ചു നോക്കിയേ.
എല്ലാവർക്കും എന്ത് മതി ഇപ്പം? പ്രവചനം മതി. എന്നോടൊപ്പം പറഞ്ഞു വാ. സ്തോത്രം. ഇന്നലെ ഈ സാധനം തലേ കയറത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് പോയി കഴിയുമ്പം ഒന്നാം അതാ വോട്ടിന് പോട്ടെ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകും. സ്തോത്രം. എല്ലാവർക്കും ഇപ്പം എന്ത് ചെയ്താൽ മതി? ബുധനൂരുകാരാ ആ വായി കിടക്കുന്ന സാധനം കൂടെ കളഞ്ഞു വെച്ചുവാ. സ്തോത്രം. അപ്പൊ ശരിക്കും പറഞ്ഞ എന്തുവാ? പ്രവചിച്ചു തുടങ്ങി, സാമ്യമാര് പ്രവചിച്ചു തുടങ്ങി. ഞാൻ അലേനി ചെന്നപ്പോ കണ്ടു, അവിടെ ഒരു ഹോട്ടലിൽ 2 മാസം കൂടുമ്പോൾ വരുന്ന ഒരു സ്വാമിയെ കണ്ടു. അവിടുത്തെ വമ്പൻ ബിസിനസ്സുകാർ പോയിരുന്ന് അവിടെ ദൂത് കേൾക്കാനിരിക്കുന്നു. അമൃതാനന്ദമേ പ്രവചിക്കുന്നു, നമ്മളും പ്രവചിക്കുന്നു. മറ്റു ചില കൂട്ടരില്ലേ ഇപ്പം ചാനലിൽ കാണാറില്ലേ? എന്താ പറയുന്നവരെ? മെന്റലിസ്റ്റുകളും പ്രവചിച്ചു തുടങ്ങി വരാൻ പോകുന്ന കാര്യങ്ങൾ. എല്ലാവരും പ്രവചനമാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാണ്ട്, ഈ അടുത്തൊരു മെന്റലിസ്റ്റ് പറഞ്ഞ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, പ്രവചനത്തെക്കാൾ എത്ര കറക്റ്റാണ്. ഒരു വെങ്കൊച്ചിൻ്റെ ആങ്ങളുടെ പേര് വരെ പറഞ്ഞവന്, അവൻ്റെ ജോലി വെൽഡിങ് ജോലിയാണെന്നും പറഞ്ഞു. അവൻ്റെ വീട്ടിലെ മുഴുവൻ ചരിത്രം എന്ത് ചെയ്തു? എൻ്റെ ദൈവമേ, നമ്മുടെ ഇടയിലെങ്ങാണ് ഒരു മെന്റലിസ്റ്റ് വന്ന് നമ്മളോട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവന് പ്രോഗ്രാമിൻ്റെ കാശയായിരുന്നു. എല്ലാവരും വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി എന്ത് ചെയ്തേനെ? നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്നറിയാമോ? അറിയാതെ തന്നെ മനുഷ്യന്റെ മനസ്സ് ഇതിലേക്ക് അങ്ങ് കൊണ്ടുപോവുക. വചനം ഇഷ്ടമില്ല, വചനം കേൾക്കാൻ ഇഷ്ടമില്ല, വചനം പഠിക്കാൻ ഇഷ്ടമില്ല, വചനം വായിക്കാൻ ഇഷ്ടമില്ല. ഇന്ന് വരുന്ന പ്രവാചകന്മാർ മുഴുവൻ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? ഒന്ന് പറ ബ്രദറെ. അയ്യോ, കഴിഞ്ഞ ദിവസം വന്നവർ പറ, ആ അനുഗ്രഹത്തെ കുറിച്ച് അങ്ങ് പറയുക. നമ്മൾ നന്നായില്ലേലും എന്തോ വരുമെന്ന് പറയും. നമുക്ക് ദൈവമായിട്ട് വലിയ ബന്ധമില്ലെങ്കിൽ നമ്മോട് പറയുക. നാട്ടിൽ കിടന്നപ്പോഴും നമുക്കൊരു പാട്ടും പ്രാർത്ഥനയില്ലായിരുന്നു. അന്നേരം നമ്മളോട് പറഞ്ഞു, ഞാൻ നിന്നെ മഞ്ഞുള്ള ദേശത്തേക്ക് എന്ത് ചെയ്തു? അവിടോ നമ്മൾ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് മഞ്ഞുള്ള ദേശത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കണോ? അവിടെ പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ട് മഞ്ഞുള്ള ദേശത്ത് നമ്മളെ അയച്ചു. പിന്നെ മഞ്ഞുള്ള ദേശത്ത് വന്നിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ എല്ലാ മനുഷ്യനും പ്രവചനം ഇഷ്ടമാ. അങ്ങനെയാണെങ്കിൽ 2023 കണ്ടുപിടിച്ച ഒരു മനുഷ്യൻ റിസൈൻ ചെയ്തു, നെറ്റിൽ കയറണം. അദ്ദേഹം എഴുതി വെച്ചേക്കുന്ന വാചകങ്ങൾ നിങ്ങൾ വായിക്കണം. അദ്ദേഹം എഴുതി വെച്ചേക്കുന്ന ഇങ്ങനെയാ: ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. 2025 ആകുമ്പോൾ ഇത് ആരാധന ആവശ്യപ്പെടും. ഓൾറെഡി 2024 എന്നെ ആരാധിക്കണമെന്ന് അത് പറഞ്ഞു. ഗൂഗിൾ അതിന് പറഞ്ഞു അത് ഫേക്ക് ആണെന്ന് പറഞ്ഞു. മൃഗത്തിന് മറ്റൊരാത്മാവ് വരും. ഇവ സംഭവിക്കാൻ സമയമെടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് യൂറോപ്യൻ രാജ്യത്തൊരിടത്ത് പ്രവചിച്ചു തുടങ്ങി. കേൾക്കാൻ ആൾക്കാർ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാ. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളണം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. വലിയൊരു ഭൂകമ്പമുണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ. 3 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നാസ കയറണം കേട്ടോ. ഈ ചുമ്മാതെ കുത്തിയിരുന്ന് കണ്ട സീരിയലോ കണ്ട സിനിമയും കണ്ടുകൊണ്ടിരിക്കാതെ ഇതൊക്കെ കയറി പഠിക്കേ. മനസ്സിലായില്ലേ? കോമഡി കണ്ട കുറേ നേരം ഇന്ന് ചിരിക്കാം. പക്ഷേ ഇതിൽ കയറി മെനക്കെടണം, ചുമ്മാ പറ്റത്തില്ല. പിന്നെ ഇത് തപ്പി പിടിച്ച് വായിച്ചിട്ട് എന്നോ എടുക്കാനാ പോകുന്നുണ്ടെ പോയാൽ മതി. സ്വത്ര നാസ പറഞ്ഞേക്കെന്നറിയാം, 3 മാസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ 7 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു 2030 ആകുമ്പോൾ ഭൂമി ഇരുണ്ടുപോകും. 3 മാസങ്ങൾക്ക് മുമ്പ് നാസ പറഞ്ഞേക്കുന്നു സൂര്യൻ്റെ അകത്തൊരു ഭ്രംശമുണ്ടാകാൻ പോകുന്നു. സൂര്യൻ പകുതി ഓൾറെഡി കരിഞ്ഞു കഴിഞ്ഞു. 1 സെക്കൻഡിൽ മില്യൺ ടൺ വിറക് കത്തുന്ന ഊർജം കത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഭ്രംശമുണ്ടായാൽ സൂര്യൻ പ്രകാശം തരാതെ ഇരിക്കും, ഭൂമി ഇരുണ്ടുപോകും.
ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തേക്കുന്നത് ബ്ലഡ് മൂൺ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇസ്രയേലിലെ റബിമാർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവരൊരു പ്രത്യേക ഫെസ്റ്റിവൽ ഇരിക്കുമ്പോൾ ഒരു റബിയോട് ദൈവം ഇട്ടു ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ, റെഡ് മൂണിനെ കുറിച്ച് പഠിക്കാൻ. ഉൽപ്പത്തി പുസ്തകം മുതലുള്ള ഭാഗങ്ങൾ അദ്ദേഹം പഠിച്ചു വന്നു. ഏതെല്ലാം സമയത്ത് റെഡ് മൂൺ ഉണ്ടായിട്ടുണ്ടോ, ചന്ദ്രാദി ഗിബിയോനിലും സൂര്യാദി അയ്യോനും താഴ്വരയിലും നിൽക്ക, അന്ന് പറഞ്ഞ കാലം മുതലുള്ള റെഡ് മൂണുകൾ എവിടെല്ലാം ഭ്രംശമായി നിന്നു പോയിട്ടുണ്ടോ അതെല്ലാം പഠിച്ചു വന്നപ്പോൾ അവർ പറയുന്നു അടുത്ത റെഡ് മൂൺ വരാൻ പോകുന്നു. അത് വരുന്നതിന് മുമ്പ് ഇസ്രയേലിൽ വിശേഷമായ ചില കാര്യങ്ങൾ നടക്കപ്പെടും. അതിനു മുമ്പായി ദൈവത്തിന്റെ സഭ ഇവിടുന്ന് എടുക്കപ്പെടും. സ്തോത്രം. ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങളും ഗോളങ്ങളെല്ലാം ആലിപ്പഴം പോലെ താഴെ വീഴും. അത് വീഴുമ്പോഴാണ് കടലിൽ വായിക്കുന്നത് വെള്ളം കാഞ്ഞിരം പോലെ കയ്ക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യേശുവിന്റെ വരവ് എവിടെ എത്തി? വാനഗോള ശാസ്ത്രം പഠിച്ചാൽ നിങ്ങൾ പറ, ശാസ്ത്രം പറയുന്നു ഈ 30 ആകുന്നതിന് മുമ്പ് ഇതൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന്. ഞാനല്ല പറഞ്ഞത്, നാസ പറയുന്നു. സ്തോത്രം. കഴിഞ്ഞ 2 മാസം മുമ്പ് മനോരമ നിങ്ങൾ ഇവിടെ കിട്ടാൻ സാധ്യതയില്ലല്ലോ, നാട്ടിലുണ്ട്. ആ പത്രത്തിന്റെ അകത്തൊരു പേജിൽ വന്നേക്കുന്നു, ഒരു പുതിയ ഗ്രഹം കണ്ടുപിടിച്ചിരിക്കുന്നു. കത്തി ജ്വലിക്കുന്ന ഒരു ഗ്രഹം. നരകം ദൈവ സൃഷ്ടിയാണ്. അതിന് നാട്ടിലെ ഭാഷ കൊടുത്തേക്കുന്നത് നരകശല്ലെന്ന്. കത്തി ജ്വലിക്കുന്ന, സദാ കത്തുന്ന ഒരു ഗ്രഹം വന്നിരിക്കുന്നു. അപ്പുറത്ത് നമുക്കൊരു ഗ്രഹം നഷ്ടപ്പെട്ടു, പ്ലൂട്ടോൺ നഷ്ടപ്പെട്ടു. മറ്റൊരു ഗ്രഹം വരുന്നു, എന്തെന്ന് വ്യക്തമാകുന്നില്ല. ഞാൻ എൻ്റെ ഭാഷ പറയും, കർത്താവിൻ്റെ തേജസ്കരിക്കപ്പെട്ട ഒരു മേഘപ്രത്യക്ഷയിൽ ഇറങ്ങി വരാൻ നമുക്ക് വേണ്ടി പുത്തനാം യെരൂശലേം പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കാൻ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. യേശുവിൻ്റെ വരവ് വാനഗോള ശാസ്ത്രങ്ങളിൽ തെളിയപ്പെടുന്നു. എത്രയും വേഗം എൻ്റെ യേശു വരും. സ്തോത്രം. ക്ഷാമം, ഭൂകമ്പം അവിടെ ഇവിടെയായി ഉണ്ടാകും. കർത്താവ് പറഞ്ഞില്ലേ, അന്ത്യകാലത്ത് എന്ത് ചെയ്യും? ക്ഷാമം, ഭൂകമ്പം അവിടെ ഇവിടെയായി ഉണ്ടാകും. നിങ്ങൾ ഇന്ന് കഴിക്കുന്ന കുഴപ്പമില്ല നിങ്ങൾ പറയുന്നു. ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് ആരംഭങ്ങൾ മുമ്പ് വന്നവർക്കറിയാം. കേരളത്തിലെ രീതി ഞാൻ പറയാം. പണ്ട് നമ്മൾ ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ സാധനത്തിനും 4 ഇരട്ടി വില നാം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക. 4 ഇരട്ടി. ഓരോ വർഷം ചെല്ലുന്നവരും ഓരോ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇവിടുത്തെ പൈസ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ മണിയുടെ വാല്യൂ ചെയ്താൽ മതി. നിങ്ങൾ എത്ര രൂപയുടെ എക്സ്ട്രാ കൊടുക്കുന്നതെന്ന് അറിയണം. വെറുതെ കൊടുക്കുകയല്ല. പരിപ്പിനൊക്കെ ഭയങ്കര വിലയല്ലേ ഇപ്പം വന്നേക്കുന്നത്, ഡാലുകൾക്കെല്ലാം. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, വെറുതെ വന്നതല്ല. കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാചകമാണ്, വരുന്ന ക്ഷാമം വരാൻ പോകുക. UN പറഞ്ഞൊരു വാചകമാണ്, വലിയ ക്ഷാമം വരാൻ പോകുന്നു. അന്ന് 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് സംഭവിച്ചത്. ഇവിടുത്തെ കൾട്ടിവേഷൻ എല്ലാം വെട്ടിക്കളയുന്ന ഒരു വെട്ടിക്കളി പോലെ സാധനം വന്നു. നമ്മുടെ നാട്ടിലെല്ലാം വന്ന വാർത്ത അതല്ല. അത് വന്നിട്ട് ഇവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പണം മുഴുവൻ ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനി ഇവർക്ക് കൊടുക്കേണ്ടി വന്നു, കൃഷി നഷ്ടപ്പെട്ടവർക്ക്. പിന്നീട് കൃഷി നഷ്ടപ്പെട്ടപ്പോൾ കൃഷിക്ക് കാശ് കൊടുക്കാനില്ലാതെ ഫോട്ടോ എടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് പൗണ്ട് വാങ്ങിക്കാൻ തുടങ്ങി. നാം തിരിച്ചറിയണം, വലിയൊരു ക്ഷാമം ലോകത്തെ പിടിക്കപ്പെടാൻ പോകുകയാണ്. മൻമോഹൻ സർക്കാരിന്റെ കാലത്ത് നിൽക്കുമ്പോൾ ലോകം മുഴുവൻ ഒരുമിച്ച് കൂടിയൊരു സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഏറ്റവും വലിയ ക്ഷാമം ജലക്ഷാമം വരാൻ പോകുകയാണ്. ആ ജലക്ഷാമം ഭൂമിയെ ബാധിക്കപ്പെടുമെന്ന് ഉറപ്പായി പറയുന്നു. എല്ലാ വർഷവും 1.5 മീറ്റർ വെള്ളം അഗാധ ഗർത്തത്തിലേക്ക് താണുകൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയുന്നില്ല. നാം തിരിച്ചറിയുക, അതുകൊണ്ടാണ് ഇവിടെ ഗ്ലോബൽ വാർമിംഗ് നടക്കുന്നത്. ഭൂമിയുടെ അധോഭാഗത്തിലെ വെള്ളം മാറിപ്പോകുന്നു. ഇവിടെ നമുക്ക് മഴ ചിലപ്പോൾ കലശലായി വരുന്നു. ഇപ്രാവശ്യം കേരളത്തിൽ മഴ കലശലായതുകൊണ്ട് കൃഷിയെ നന്നായി ബാധിച്ചു. നെക്സ്റ്റ് ഇയറിൽ എത്ര കൃഷി ഉണ്ടാകുമെന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. ഓരോ സ്ഥലത്തും വ്യത്യസ്ത കാലാവസ്ഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നാം തിരിച്ചറിയണം, ഭൂകമ്പങ്ങൾ സംഭവിക്കപ്പെടും. ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾ നാട്ടിലെ ന്യൂസ് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കടലിനടിയിൽ കിടക്കുന്ന ചില ജീവികൾ കരയിലേക്ക് കയറി വരുന്നു, വെള്ളത്തിന് മുകളിലേക്ക് കയറി വരുന്നു. എന്തെന്നറിയുന്നില്ല. മുഖവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ചിലതാണ്. കാര്യം ആർക്കും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിലേക്ക് അവസാനം വന്ന 2 ആഴ്ച കഴിഞ്ഞ് റിപ്പോർട്ട് വന്നത് ഇങ്ങനെയാ, കടലിനടിയിൽ എന്തോ ഒന്ന് സംഭവിക്കപ്പെടുന്നു, എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല. അതാണ് ഇതിന്റെ പുറകിലെ രഹസ്യം. 2005 സുനാമി വന്നു. 2006 ലോകശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്, കടലിനടിയിൽ 120 പൊട്ടാനിരിക്കുന്നു ഭൂകമ്പങ്ങൾ. എന്തിനാണ് ദൈവം കടലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്?
നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എന്തിനാ കടലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇന്നലെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്ന വീട്ടുകാർ കണ്ടപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, കേട്ടോ, സ്വന്തം വീടാണോ? അല്ലല്ല, സ്വതന്ത്രം. ഇന്നലെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ആ പറഞ്ഞ പ്രവചന നിവൃത്തി കറക്റ്റാണെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ ഇവയിൽ 5-1 പൊട്ടിയാൽ, ഇവയിൽ 5 എണ്ണം ഒരുമിച്ച് പൊട്ടിയാൽ ശാസ്ത്രം പറയുന്നത് ഭൂമിയുടെ 2/3 ഭാഗം നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ വമ്പ സുനാമി ഉണ്ടാകുമെന്ന്. ഗുജറാത്തിൽ എന്താ സംഭവിച്ചത്? എവിടെ കിടന്ന കടല എത്ര കിലോമീറ്റർ കയറി വന്നത്? കൊല്ലത്തെന്താ സംഭവിച്ചത്? എത്ര കിലോമീറ്ററാണ് കയറി വന്നത്? ഇതിനെ ഇളക്കി വിടാൻ ദൈവത്തിനറിയാം. എങ്ങനെ സംഭവിക്കും? ഓൾഡ് ടെസ്റ്റമെന്റ് പറയുന്നു, ഭൂമി പൊടുപട പൊട്ടുന്നു, കിടുകിട കിടുങ്ങുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു. ചാഞ്ചാട്ടം തുടങ്ങാൻ പോവുകയാ. അതിന് മുന്നോടിയായി കടലിൽ സംഭവിക്കപ്പെടുന്നു. ഞാൻ കൊച്ചിയിൽ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ മിക്കവരോടെ ചോദിച്ചു, എന്താണ് നിങ്ങൾ കടലിൽ കാണുന്ന പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവരിൽ നല്ല പ്രായമുള്ളൊരു മനുഷ്യനോട് പറഞ്ഞൊരു വാചകം, ഇപ്പോൾ വല വലിച്ചു കയറ്റുമ്പോൾ വല ചൂടാകുന്നു. എന്താണെന്നറിയത്തില്ല. വെള്ളം കൂടും തോറും തണുപ്പല്ലേ വരേണ്ടത്? പക്ഷെ അവർ പറയുന്നു, വല വലിച്ചു കയറ്റുമ്പോൾ വലയ്ക്ക് ചൂട് പിടിക്കുന്നു. എന്തെന്നറിയുന്നില്ല. നിങ്ങൾ തിരിച്ചറിയണം, ഒരു വല്ലാത്ത കാലം സംഭവിക്കപ്പെടുന്നു. അതിനകം മാസികക്കകത്ത് എഴുതി വെച്ചേക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കപ്പെടും? പഴയ മീൻ്റെ രുചി ഇപ്പോഴില്ല. ആ ചൂട്, കടലിനടി ചൂട് പിടിക്കുന്നത് കൊണ്ട് മീൻ്റെ രുചികൾ നഷ്ടപ്പെടുന്നു. ഇന്ന് നാം കഴിക്കുന്ന മീനെല്ലാം ചവറ് പോലെ തിന്നുകയാണ്. ഒരു ഗുണമില്ല. കാരണം പ്രായമുള്ളവരോട് ചോദിച്ചാൽ അവർ പറയും, പഴയ മീന് നല്ല രുചിയായിരുന്നു. ഇപ്പം നമ്മളതിന് പറയും, ഐസിട്ട് വെച്ചേക്കുന്നുണ്ടെന്ന് പറയും. പണ്ടും ഐസിടാറുണ്ടായിരുന്നു, ഐസിട്ട മീന് പണ്ട് രുചി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, യേശുവിൻ്റെ വരവ് വാതിക്കലെത്തി. പ്രവചന നിവർത്തിയുടെ കാലങ്ങൾ സംഭവിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു ന്യൂസ് വന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. ശ്രദ്ധിച്ചവർക്ക് സന്തോഷം. ഇസ്രായേലിലെ മഹാപുരോഹിതനെ അപ്പോയിൻമെന്റ് ചെയ്തു. എത്ര പേര് കണ്ടു? യെരുശലേം ദേവാലയത്തിൽ ശുശ്രൂഷിക്കാൻ മഹാപുരോഹിതനെ അപ്പോയിൻമെന്റ് ചെയ്തു. എല്ലാവരുടെയും വാട്സപ്പിൽ വന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പടമടക്കം. ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി സകല മനുഷ്യരെ നിയന്ത്രിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് ചുമന്ന പശുക്കളെ അവർ സൃഷ്ടിച്ചു കഴിഞ്ഞു യാഗം നടത്താൻ, മൃഗത്തെ. അങ്ങനാണെങ്കിൽ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ട്രംപ് അവിടെ പോയിരുന്ന് കാണാൻ. പുള്ളി എന്നാ പറഞ്ഞെന്ന് പറ. ട്രംപ് പറഞ്ഞ വാചകം എത്രയും വേഗം, വിലാപം അതിൻ്റെ അടുക്ക ചെന്നിട്ട് തിരിഞ്ഞു വന്നിട്ട് പറഞ്ഞതാണ്, എത്രയും വേഗം ഇവിടെ പള്ളി പണിയും. അതിന് അദ്ദേഹം ചെയ്ത പരിപാടി, തുർക്കിയുടെ കുറെ കാശ് കൊടുത്തു, സിറിയയുടെ ഉപരോധത്തെ എടുത്തു മാറ്റി കുറെ പൈസ കൊടുത്തു. അതിന് തൊട്ടു പുറകിനാണ് ഇറാനെ അടിക്കാൻ അമേരിക്കയുടെ ഇന്റലിജൻസാ പറഞ്ഞത്, അവന്മാർ അടുത്ത 12 ഉണ്ടാക്കാൻ പോവാ. അതിന് ഇസ്രായേലുകാർ അടിച്ചു, അവർ തിരിച്ചടിച്ചു. അന്ത്യശാസനം ഇസ്രായേൽ കൊടുത്തേച്ചിരിക്കുന്നു, ഇനിയും അടിച്ചാൽ എണ്ണപ്പാടം കത്തിക്കും. അങ്ങനെ വന്നാൽ നിങ്ങൾ തിരിച്ചറിയണം, ലോകശക്തികൾ മുഴുവൻ തിരിയാൻ സമയമെടുക്കുന്നു. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ ദൈവമക്കൾക്ക് സന്തോഷം തോന്നണം. ഒരു ഭാഗത്ത് യെരുശലേം ദേവാലയത്തിന് പണി നടത്താൻ അവർക്കൊരു സമയം കിട്ടിയാൽ നിമിഷ ദിവസങ്ങൾ കൊണ്ട് അവരത് പണിതെടുക്കും. എല്ലാം സെറ്റാക്കി വെച്ചേക്കുക, ഒന്ന് കൂട്ടി ഇണക്കിയാൽ മാത്രം മതി. ഞാൻ ഇങ്ങനെ പറയുന്നു, അതിനു മുമ്പേ എൻ്റെ കർത്താവ് വരും. സ്തോത്രം, ഹല്ലേലൂയ. സോദോം ഗൊമോറയിൽ സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിൽ സംഭവിക്കപ്പെടും. ആണാണോട് പെണ്ണോടും അവിഹിതമായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകം, വല്ലാത്ത ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞതാ, ആ കാലം നമ്മുടെ ഇടയിൽ വരുമ്പോൾ കർത്താവിൻ്റെ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ലോകമെമ്പാടും അത് പെരുകിയിരിക്കുന്നു, സകല മനുഷ്യരത് വന്നിരിക്കുന്നു. പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞവർ ചിലർ പോലും, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ചിലർ പോലും അങ്ങനെ ജീവിച്ചു പോയവരുണ്ട്. ഇന്നവർ പെന്തക്കോസ്തുകാരല്ല. പെന്തക്കോസ്തുകാരത് ചെയ്യാൻ പറ്റത്തില്ല. പെന്തക്കോസിൻ്റെ അകത്തായിരുന്ന അനന്തര തലമുറകൾ ചിലത് അങ്ങനെ പോയിട്ടുണ്ട്. സ്തോത്രം, വല്ലാത്തൊരു ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്നെല്ലാ മനുഷ്യൻ നോഹയുടെ കാലത്ത് സംഭവിച്ചതല്ല. വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് എടുത്തും വിറ്റും നട്ടും പോരുന്ന കാലഘട്ടം, തൃപ്തിയില്ലാത്തൊരു കാലഘട്ടം. ഒരു മനുഷ്യനും തൃപ്തനല്ല. എല്ലാ മനുഷ്യനും പണത്തോട് ഭയങ്കര ആർത്തി. എല്ലാവരും സെൽഫിഷ് ആകാൻ തുടങ്ങി. എല്ലാവരും സ്വന്തം കാര്യം ചിന്താവാന്ന് പറയാൻ തുടങ്ങി. കൂട്ടുകാരൻ്റെ കൂട്ടുതലത്തിലുള്ളവരുടെ പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല. എല്ലാവരും സെൽഫിഷായി സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ തിരിച്ചു തുടങ്ങി.
ഇത് നോഹയുടെ കാലത്ത് സംഭവിച്ചതാ. അതിൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ പറയും, ലോകം മുഴുവൻ തെറ്റ് ചെയ്തപ്പോഴും നോഹ ഒരുത്തൻ മാത്രം ദൈവത്തിന് വേണ്ടി നിന്നു. ഇതിൻ്റെ അകത്തിരിക്കുന്ന നിങ്ങളോടും പറയുന്നു, ലോകം മുഴുവൻ തെറ്റ് ചെയ്താലും ഒരുവൻ ദൈവത്തോട് നിൽക്കാൻ തയ്യാറാകണം. അതിലൊരാളെ നിങ്ങൾ ആ പെട്ടകത്തിൻ്റെ അകത്ത് കയറാൻ അറിയണം. യേശുവിൻ്റെ വരവാതിക്കലെത്തി നിൽക്കുകയാ. അങ്ങനെയാണെ നിങ്ങൾ പറ, എത്ര നാളുണ്ടാകും ഇനി? സ്തോത്രം. ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദം കേൾ, അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ഏൽപ്പതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നു, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ ഒരുങ്ങിടുന്നുവോ? അമ്പരപ്പിൻ ശക്തികൾ ഭ്രമിച്ചിടുന്നതാ, അമ്പരപ്പിനാലി ലോകം. ഓ അമ്പരപ്പിൻ ശക്തികൾ അമ്പരപ്പിനാലി ലോകം നടുങ്ങിടുന്നീതാ. യേശു വരും, പൊന്നേശു വരുന്നേ, വരവിനായി തൻ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ ഒരുങ്ങിടുന്നുവോ? നീക്കുൽ ലോക വാഴ്ച യേശു രാജരാജനായി സ്ഥാപിക്കും സ്വർഗ്ഗം. ഓ നീക്കുൽ ലോക വാഴ്ച യേശു. ആ യേശു വരുന്നേ, പൊന്നേശു വരും, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവി. നമുക്ക് ഒരുങ്ങാം ആ നിത്യനാട്ടിലേക്ക് പോകാൻ. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, അങ്ങനാണെങ്കിൽ ഇന്ന് എൻ്റെ യേശു വന്ന നിങ്ങൾ എത്ര പേർക്ക് പോകാൻ കഴിയും? ആ ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടോ? കാഹളത്തിന് മുഴങ്ങാൻ സമയമാകി. നമുക്ക് മുമ്പേ പോയവരൊക്കെ ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിച്ചവർ, അവർ ക്രിസ്തുവിനായി ജീവിച്ച് മരിച്ചെങ്കിൽ അവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടണം. ആ ഒരു ഉറപ്പ് നിങ്ങളുടെ അകത്ത് വരണം. ഞാനിങ്ങനെ പറയും, കൈവിടപ്പെട്ടു പോകാൻ ആരും അനുവദിക്കരുത്. ആരും കൈവിടപ്പെട്ടു പോകാൻ ഇടയാകരുത്. ഈ ലോകം നശ്വരമാണ്, അല്പകാലമേ ഉള്ളൂ, ക്ഷണികമാണ്. നമ്മുടെ ആയുസ് അല്പമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞറിയാമോ? നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ആയുസിൻ്റെ അകത്ത് കുറച്ച് കാലമേ ഉള്ളൂ. എനിക്കിപ്പോൾ 56 വയസ്സായി. ഇനി എത്ര നാളുണ്ടാ ജീവിക്കുന്നത്? ക്ഷണികമാണ് നമ്മുടെ ജീവിതം. അതിൻ്റെ അകത്ത് 10ഓ 20ഓ, ഇന്ന് ഇപ്പോഴത്തെ കണക്ക് പറഞ്ഞാൽ 10, 22, 23 വയസ്സിൽ ഡിപ്പെൻഡിങ്ങാണ്. പിന്നെ കിട്ടുന്ന കുറച്ച് കാലങ്ങൾ മാത്രമേ ഉള്ളൂ. UN കണക്കനുസരിച്ച്, ലോകാരോഗ്യ സംഘടന കണക്കനുസരിച്ച് മനുഷ്യായുസ് 65 കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആയുസ് എത്ര കാണും ഇനി മുമ്പിൽ? കാലങ്ങൾ അധികമില്ല, ദീർഘമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നന്നായി പുസ്തകം പഠിക്കുക. കർത്താവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ദൈവരാജ്യത്തിനോട് ഒരുക്കപ്പെടുക, ആത്മാവിനെ പുതുക്കപ്പെടുക. കാര്യം വചനത്താൽ ഒരുക്കപ്പെടുക. വചനമില്ലാതെ നിങ്ങൾ ഒരു സ്റ്റെപ്പ് പോലും വെക്കരുത്. വചനം വിട്ട് നിങ്ങൾ ജീവിക്കരുത്. വചനത്തെ മറക്കരുത്. നിങ്ങൾ അപ്പുറത്ത് ആര് ദൂത് പറയുന്നു എന്നുള്ളതല്ല വിഷയം, വചനമായിരിക്കണം നിങ്ങളുടെ അടിസ്ഥാനം. വചനം വിട്ട് മാറിയാൽ നിങ്ങൾ നിത്യ നരകത്തിന് അവകാശികളായി മാറും. കാഹളത്തിന് മുഴങ്ങും. അതുകൊണ്ട് ഒരുക്കത്തോടെ നമുക്കായിരിക്കാം. നാം സഭയോടുള്ള ദൂതിലേക്ക് വരാം. ഇന്നലെ വായിച്ച വാക്യത്തിലേക്ക് വരാം. ഇന്നലെ വന്നവരുണ്ടെങ്കിൽ വായിച്ചാട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ഞങ്ങൾ സർവശക്തനെ സേവിപ്പാൻ അവൻ ആര്? അവനോട് പ്രാർത്ഥിച്ചാൽ എന്ത് പ്രയോജനം? സ്തോത്രം. നാം ഇന്നലെ ഇതിൻ്റെ ഒരു ഭാഗം പഠിച്ചു. എന്തുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്നില്ല? പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ പിറകിലെ ബന്ധനത്തിൻ്റെ കാരണം പഠിച്ചു. ആരാണ് ബന്ധനം? ആരാ ബന്ധനം ഉണ്ടാക്കുന്നത്?
അതിൻ്റെ പിറകിലെ കാരണക്കാരൻ ആരെ എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റി. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് പ്രാർത്ഥന എന്നതാണ്. എന്തായി മാറണം നമ്മുടെ പ്രാർത്ഥന? പ്രാർത്ഥിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? എവിടെയാണ് ദൈവരാജ്യത്തിനും ദൈവസഭകൾക്കും തകരാറ് പറ്റുന്നത്? പോരാട്ടങ്ങൾ വെളിപ്പെടുന്നത് എവിടെയാ? ഈ വിധ കാര്യങ്ങൾ നമുക്ക് ഓടിച്ച് എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനൊക്കെ ഞാൻ ഇരിക്കും. യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായം 14, 16, 18 വാക്യങ്ങൾ. ഒരു വാക്യം വായിച്ചാൽ മതി. നോഹ, ദാനിയേൽ ഇവിടെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു പോകാം. നോഹ, ദാനിയേൽ എന്നീ 3 പുരുഷന്മാർ ഉണ്ടായിരുന്നാലും അവർ തങ്ങളുടെ സ്വന്തം നീതിയാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. എന്താ ഈ 3 പേരുടെ പ്രത്യേകത? സ്വതന്ത്രം ഞാൻ ഒരു ഭാഗം ആദ്യമേ പറഞ്ഞു. ഒരു കമന്ററി സെറ്റുകാരൻ എഴുതി വെച്ചേക്കുന്നത് ഇങ്ങനെയാ: ലോകം മുഴുവൻ പാപം ചെയ്തപ്പോഴും ഒരുത്തം മാത്രം പാപം ചെയ്തില്ല, നോഹ. നാം ഇങ്ങനെ വായിക്കുന്ന നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് പറയുമ്പോൾ, കൃപ എന്ന വാക്കിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ്? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകുന്നത്. ഞാൻ ഇങ്ങനെ പറയും, അങ്ങനെ അല്ല ഇവിടെ നോഹയ്ക്ക് കിട്ടിയത്, അർഹതയുള്ളവന് കിട്ടിയതാ കൃപ. അവൻ അർഹമായ രീതിയിൽ ദൈവത്തിന്റെ ദൂതന് മുമ്പാകെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കാര്യം, കണ്ണിന് മുമ്പിൽ അറിവില്ലാത്തൊരു കാര്യം, ചിന്തകൾക്ക് അറിവില്ലാത്തൊരു കാര്യം ദൈവം പറഞ്ഞത് അതുപോലെ വിശ്വസിച്ച മനുഷ്യൻ. വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല, മഞ്ഞുകൊണ്ട് ഭൂമി നനഞ്ഞ് കൃഷി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നോഹയോട് പറയുന്ന ഒരു വാചകമാ: ഒരു ജലപ്രളയം വരാൻ പോകുന്നു, നീ ഒരു പെട്ടകം പണിതുണ്ടാക്കണം. ശ്രദ്ധിച്ചു നോക്കണമേ, നമ്മളോടാ ദൈവം ഈ ദൂത് പറയുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചോദിക്കും? പണമുണ്ടാകുന്നത് എവിടെ നിന്ന് നമ്മൾ ചോദിക്കും. ഏത് പ്രോജക്റ്റ് ഇട്ടാലും നമ്മുടെ മലയാളികളുടെ ആദ്യത്തെ ചോദ്യം അതാ: പണം എവിടെ നിന്നാ? പക്ഷേ നോഹയോട് ദൈവം പറഞ്ഞൊരു കാര്യം, ഗോഫേർ മരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞാൽ പറയുന്നവന്റെ വാക്ക് അതേപോലെ അനുസരിക്കാൻ ഒരുവൻ തയ്യാറായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കള്, പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ പൈതൽ, പരിശുദ്ധാത്മാവ് എന്തോ പറഞ്ഞാലും ദൈവം എന്തോ പറഞ്ഞാലും അത് അതേപോലെ ചെയ്യുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. അവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. പ്രാർത്ഥിക്കുന്നവനെ കുറ്റം പറയാൻ 100 പേരുണ്ടായേക്കാം, നോഹയ്ക്കെതിരെ തിരിയാൻ ഒത്തിരി പേരുണ്ടായിരുന്നിരിക്കാം, കളിയാക്കുന്നവർ ഒത്തിരി പേരുണ്ടായിരുന്നിരിക്കാം. പക്ഷെ തിരിച്ചറിവ് വരുന്നത് എൻഡിങ്ങിലാ, ഇടയ്ക്ക് വെച്ചല്ല അറിയുന്നത്. എന്നാൽ നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു, തന്റെ മക്കൾക്ക് ലഭിക്കത്തില്ല. അവർ തങ്ങളുടെ സ്വന്തം നീതിയാൽ അടുത്ത ജനറേഷൻ നിലനിർത്തേണ്ടതിന് വേണ്ടി മാത്രം ദൈവം ആ കുടുംബത്തെ അകത്ത് കയറ്റിയെന്ന് മാത്രം. അതുകൊണ്ട് നാം തിരിച്ചറിയണം, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഇറങ്ങി വരാൻ. ലോകം മുഴുവൻ തെറ്റ് ചെയ്യട്ടെ, സകല ബന്ധക്കോസുകാരും തെറ്റ് ചെയ്യട്ടെ, സകല മനുഷ്യരും പാപം ചെയ്യട്ടെ, പക്ഷെ ഞാൻ പറയുന്നു, അതിൻ്റെ അകത്ത് ഒരുവൻ പാപമില്ലാത്തവനെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയാൻ പറ്റിയാൽ അതിൽ വലിയ ഭാഗ്യം വേറെയില്ല. രണ്ടാമത്തെ മനുഷ്യനാണ് ദാനിയേൽ. രേഖ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോഴും ദിനം പ്രതി ചെയ്തു വന്നതുപോലെ ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ രാജ്യത്തിന്റെ ഭരണ നിയമം അറിയാവുന്ന ഒരു മനുഷ്യൻ, 2ാം സ്ഥാനത്തിരിക്കുന്നവനല്ലേ. അവൻ ആദ്യമായിട്ടല്ല സിംഹക്കുഴി കാണുന്നത്. ഈ ജഡ്ജ്മെന്റ് ഇതിനു മുമ്പും നടന്നിട്ടുണ്ടാകാം. ആ ജഡ്ജ്മെന്റിനെ അറിയാവുന്ന അക്കാലത്തെ ഒരു പണിഷ്മെന്റ് അല്ലേ അവിടെ. ആ പണിഷ്മെന്റ് സംഭവിക്കപ്പെടുമെന്ന് അറിയാവുന്നത് കൊണ്ട് ദാനിയേൽ പ്രാർത്ഥിക്കാതിരുന്നില്ല. എന്താ പറഞ്ഞ, നിനക്കെതിരെ ഏത് രേഖ എഴുതുമ്പോഴും, ഏതെല്ലാം പ്രതിസന്ധികൾ എഴുന്നേറ്റ് വരുമ്പോഴും അതിന് നടുവിൽ പ്രാർത്ഥിക്കാൻ ദാനിയേൽ തയ്യാറായി. അവന് പ്രതിസന്ധിയല്ല പ്രശ്നം, അവൻ ഉറപ്പാ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. യെരുശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉത്തരമുള്ളമെന്നൊരു ഉറപ്പ് അവൻ്റെ അകത്തുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് ആർക്ക് കഴിയുമോ? ഉത്തരവാദിത്വം നമ്മുടെ അകത്തുണ്ടോ? പ്രാർത്ഥന മുടക്കാതെ നാം പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഒരു സഭയുടെ വളർച്ചയാകട്ടെ, ഒരു ആത്മീകന്റെ വളർച്ചയാകട്ടെ, വെറുതെ നടക്കുന്നതല്ല, അത് പ്രാർത്ഥനയ്ക്കകത്തോട് മാത്രമേ സംഭവിക്കുകയുള്ളൂ. 3ാമത്തെ മനുഷ്യനാണ് ഇയ്യോബ്. സ്വതന്ത്രം ഏറ്റവും വലിയ കാര്യമാണ്. വചനം പറയുന്നത് എങ്ങനെയാ? സാത്താൻ ഭൂമി മുഴുവൻ ഊടാടി സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്തു? അല്ലാതെ ഇയ്യോബിനെ ചുറ്റും കറങ്ങിച്ചല്ലേ എന്നത്. പക്ഷെ ദൈവം ചോദിച്ചൊരു ചോദ്യം ഏറ്റവും ബലവത്തായ ഒരു ചോദ്യമാണ്. ഭൂമി മൊത്തം കറങ്ങി വന്ന സാത്താനോട് ചോദിക്കുക. ദൈവം ചോദിച്ചെന്നാ? എൻ്റെ ദാസനായ ഈ പുള്ളി നാട് മുഴുവൻ കറങ്ങിയില്ലേ? എന്താ ഒരുത്തന്റെ പേര് ദൈവം എടുത്തു ചോദിച്ചേ? സ്വത്രം വെറുതെ ചോദിച്ചാന്നോ? പിശാച്
ഒരു സാക്ഷ്യം പറയുന്നില്ലേ? സ്വർഗം സാക്ഷ്യം പറയുന്നില്ലേ? നാട്ടുകാർ സാക്ഷ്യം പറയുന്നില്ലേ? തനിക്കും തൻ്റെ പിള്ളേർക്കും വേണ്ടി ദിവസവും യാഗം കഴിക്കുന്ന മനുഷ്യൻ, ദൈവസാമീപ്യത്തോട് അടുത്തിരിക്കുന്ന മനുഷ്യൻ. അവനെ അറിയാത്തൊരു ദൈവമല്ല നമ്മുടെ ദൈവം. നീ ദൈവത്തോട് എത്രമാത്രം അടുത്തിരിക്കുന്നു, ദൈവവുമായുള്ള ബന്ധം എങ്ങനെ സ്ഥാപിക്കപ്പെടുന്നു, അവനെ അറിഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നോട് അടുത്ത് വരുവീൻ, ഞാൻ നിന്നോടും അടുത്ത് വരാം. ദൈവത്തോട് ആരടുത്ത് ചെല്ലുന്നു അവൻ്റെ അടുക്കലേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് മനുഷ്യർ നോക്കൂ. ഒന്ന്, ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച മനുഷ്യൻ. രണ്ട്, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. മൂന്ന്, ദൈവവുമായി നല്ല അറ്റാച്ച്മെന്റ് ഉള്ള മനുഷ്യൻ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തായി മാറണം? കൊലോസ്യ ലേഖനം 4:12 നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുക. മതി. പ്രാർത്ഥന ഒരു പോരാട്ടമാക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അറിയേണ്ട കാര്യം, ദൈവഹിതം സംബന്ധിച്ചൊക്കെയും. ഏതൊരു മനുഷ്യനെ കുറിച്ചും ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഒരു ചർച്ചിനെ കുറിച്ചൊരു പ്ലാനുണ്ട്. ഒരു വ്യക്തിയെ കുറിച്ചൊരു പ്ലാനുണ്ട്. സ്വതന്ത്രം. പ്ലാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം. ഒരു കെട്ടിടം വെക്കാൻ പോകുന്നവനൊരു പ്ലാനുണ്ട്. ഏത് പ്രോജക്റ്റിലേക്ക് സ്റ്റെപ്പ് വെക്കുമ്പോഴൊരു ഒരു പ്ലാനുണ്ട്. പ്ലാൻ ഇല്ലാതെ തോന്നുന്ന പോലെ പണിഞ്ഞാൽ അതെല്ലാം ഉരുണ്ടു വീഴും. സ്വതന്ത്രം. ഇവിടെ പൗലോസിയ പറയുക, ദിവസം പറയുക, ക്രിസ്തുവേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ഒന്ന്, നിങ്ങൾ വെറുതെ പ്രാർത്ഥിക്കൽ, നിങ്ങൾ തികഞ്ഞവരായിരിക്കണം. ക്രിസ്തുവിൽ തികഞ്ഞവരായിരിക്കണം. ദൈവവുമായി നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കണം. സ്തോത്രം. ദൈവഹിതം സംബന്ധിച്ചൊക്കെ രണ്ടാമത്തെ കാര്യമാണ് ദൈവത്തിന്റെ ഹിതം. നമ്മുടെ ഹിതമുണ്ട്. നമ്മുടെ ഹിതത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കരുത്. നാം ഭൂരിപക്ഷം പേരുടെ പ്രാർത്ഥന നമ്മുടെ ഹിതത്തിന് വേണ്ടിയാ. എൻ്റെ ഇഷ്ടം നടക്കണം, എൻ്റെ കാര്യം നടക്കണം, അതല്ല. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ എന്താണോ ആ പ്ലാനേ നടക്കാവൂ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിന്റെ ഹിതത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പല അനർത്ഥങ്ങളും നമുക്ക് രക്ഷപ്പെടാം. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ഫാദറിലോ മരിക്കുന്ന സമയത്ത് ഒരല്പം അസുഖം സീരിയസ് ആയി വരുന്ന സമയം എന്നോട് കർത്താവ് പറഞ്ഞു, അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ അറിയുക, പുള്ളി എപ്പിസിൽ ഒരു പാസ്റ്റർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാ. എൻ്റെ വൈഫിന് ക്യാൻസർ വന്ന അങ്ങനെ കേട്ടോ, അല്ലാതെ ചുമ്മാതെ ആരും കൊണ്ട് ഇട്ടൊന്നുമല്ല. ഇളയ മോളായതുകൊണ്ട് ഞങ്ങളോട് ചെടി ഡാഡി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. എനിക്കങ്ങനെ മനസ്സിലാക്കുന്നു. 62 വയസ്സേ ഉള്ളൂ. എൻ്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് ഒറ്റ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ഡാഡിക്ക് എന്തിനാ കൊടുത്ത്, എനിക്ക് തന്നാ പോരാ, മതി, ടൂർ പോവല്ലേ. സ്വത്രം. എൻ്റെ വൈഫിന് അസുഖം വന്നപ്പോഴാണ് ഞാൻ ദൈവത്തോട് കർത്താവിൻ്റെ കാരണം പറഞ്ഞു. അനേക രോഗികൾ സൗഖ്യമാകുമ്പോൾ എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ വന്നു? നമ്മൾ പിന്നെ പാരമ്പര്യ പെന്തക്കോസ്തുകാരോട് പറഞ്ഞു, പണ്ട് പ്രാർത്ഥിച്ച എല്ലാം തിരിച്ചടിച്ചാന്ന് പറയും. അത് വേറെ കാര്യം. പക്ഷേ എന്നോട് കർത്താവ് പറഞ്ഞത്, ഇവള് പറഞ്ഞ വാക്കിത നാം തിരിച്ചറിയണം. ദൈവഹിതം അറിയാതെ, ദൈവത്തിൻ്റെ ഇഷ്ടമറിയാതെ ഒരു നിമിഷം ഒന്നിലും പ്രാർത്ഥിക്കരുത്. പരിശുദ്ധാത്മാവിന് നമ്മെക്കുറിച്ചൊരു ഇഷ്ടമുണ്ട്. ദൈവത്തിന് മുൻ നിർണയമുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടേതായ ഒരു പ്ലാൻ നാം വെക്കരുത്. നമ്മുടെ പ്ലാനിൽ സ്റ്റെപ്പ് വെച്ചാൽ നാളെ നമ്മൾ പരാജയപ്പെടും. സ്വതന്ത്രം. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം. അടുത്ത കാര്യമാണ് പൂർണ്ണ നിശ്ചയം. ഉറപ്പ് വരണം. ദൈവം പറയുന്ന കാര്യം റൈറ്റ് ആണെന്നൊരു ഉറപ്പ് നിങ്ങളുടെ അകത്ത് വരണം. ആ ഉറപ്പ് വന്നാൽ പിന്നെ നമ്മൾ വ്യതിചലിക്കേണ്ടി വരികയില്ല. ദൈവം പറയുന്ന ദൈവത്തിൻ്റെ വാക്ക് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നുമാ. ദൈവത്തിൻ്റെ ഉറപ്പ് വന്നിട്ട് വേണം നിങ്ങളുടെ പ്രാർത്ഥന ഒരു പോരാട്ടമാക്കി മാറ്റാൻ. ദൈവം ഉറപ്പ് കിട്ടാതെ നിങ്ങൾ പ്രാർത്ഥന പോരാട്ടമാക്കി മാറ്റിയാൽ നിങ്ങളുടെ വിശ്വാസം കെട്ടുപോകും.
ഇന്ന് ഒത്തിരി പേരുടെ വിശ്വാസം കെട്ടുപോകുന്നതിന്റെ കാര്യം അതാ. എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ദൈവം വിടുതൽ കിട്ടിയില്ല? ദൈവഹിതം അറിയാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ദൈവത്തിന്റെ ഇഷ്ടം അറിയാതെ പ്രാർത്ഥിക്കരുത്. സ്തോത്രം. ദൈവഹിതം അറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിശ്വാസം കുറയത്തില്ല, വിശ്വാസം വർദ്ധിക്കും. സ്തോത്രം. എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങനായി മാറണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്ത് നടക്കും? ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം യേശു പറഞ്ഞൊരു വാചകം, 7-ാം വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന ബ്രദന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവനെ പ്രതിക്രിയ നടത്തി. നോക്കണേ, ഇവിടെ ന്യായാധിപൻ നിൽക്കുന്നു. ന്യായാധിപൻ ഉത്തരം കൊടുക്കാതെ ഒഴിഞ്ഞു മാറുമ്പോ അവിടെ വായിക്കുന്നത്, അവർ രാപ്പകൽ തന്നോട് ഹിതമർ നിലവിളിക്കുന്ന ഒരു ഭക്തന് വേണ്ടി എന്ത് ചെയ്യും? രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാർക്ക് വേണ്ടി. എല്ലാവർക്കും വേണ്ടിയല്ല. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം. വ്രതൻ, വേർപെട്ടവൻ, വേറിട്ട് മാറി നിൽക്കുന്നവൻ, വിശുദ്ധിയോടെ ജീവിക്കുന്നവൻ, അവന് വേണ്ടി രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാർക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി. എന്ന് പറഞ്ഞാൽ പ്രതിവാദം നടത്തി. നിനക്കെതിരെ ശത്രു പോരാടി നിന്നാൽ ആ പോരാട്ടത്തെ തിരിച്ചു ജയിക്കുമാറ് പ്രതിവാദം നടത്തുവാൻ കഴിവുള്ളൊരു ദൈവം. സ്തോത്രം. രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവഹിതം അറിയുന്നവൻ വെറുതെ അല്ല. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയ്ക്കകത്ത് പറയുന്നില്ലേ, ഒരു മനുഷ്യന്റെ കൂട്ടുകാരൻ വന്നു, അവന്റെ കൈ കൊടുക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അവന്റെ സ്നേഹത്തിന്റെ ഇടയ്ക്ക് ചെന്ന് അപ്പം ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്കറിയാവുന്ന ഭാഗമാണ്. അവൻ പല ഉപാധികൾ പറഞ്ഞിട്ടും അപ്പം ഇല്ലാത്തവന്റെ വീട്ടിൽ പോയത് ചോദിക്കുകയല്ല, അപ്പം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ അവന്റെ വീട്ടിൽ പോകുന്നത്. അവന്റെ വീട്ടിൽ ചെന്നിട്ട് അവൻ കാര്യം പറയുമ്പോഴും ഒത്തിരി എക്സ്ക്യൂസ് പറയുമ്പോൾ അവൻ അവിടെ നിന്ന് വല്ലാതെ ചോദിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് വേണ്ടുവോളം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ ഈ സഭയോട് പറയുന്നു, നിങ്ങളുടെ സഭ ഒരു പ്രാർത്ഥനയുള്ള സഭയായി മാറണം. നിങ്ങളെല്ലാവരും വന്നു പോകുന്നതല്ലാതെ നിങ്ങളുടെ അകത്ത് പ്രാർത്ഥനയുടെ ചലഞ്ചില്ല. നിങ്ങളുടെ വിഷയങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചേക്കാം. നിങ്ങൾ സഭയ്ക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കുന്നു? ദേശത്തിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി എത്ര പേർ പ്രാർത്ഥിക്കുന്നു? ഒരു ചലഞ്ച് ചെയ്യുവാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ താല്പര്യപ്പെടുന്നു? ഒരു നല്ല സ്നേഹിതന് വേണ്ടി കരയുന്നത് പോലെ നിങ്ങളിൽ എത്ര പേർക്ക് കരയാൻ കഴിയുന്നു? ജീസസ്. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് വേണ്ടുവോളോ ഇന്ന് പകൽ സഭയോട് പറയുക, അത് പ്രതിക്രിയ നടത്താൻ. ദേശത്തിന്റെ ശക്തികൾ നിങ്ങളെ തകർക്കാൻ നോക്കുമ്പോൾ, വെല്ലുവിളിയുമായി അടുത്തു വരുമ്പോൾ അവന്റെ ശക്തിയെ ജയിക്കണമെങ്കിൽ ഒരു ദൈവവേദന പ്രാർത്ഥനയ്ക്കകത്ത് ഉയരാൻ തയ്യാറാകണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കപ്പെടും? റോമാലേഖനം 15-ാം അധ്യായം 30-ാം വാക്യം. ആ ആ അതാ വാക്ക്. എന്താ? മനം തണുക്കണം. മനം ആ ആ എന്തിനാ പോരാടണ്ടേ? മനം തണുക്കാൻ. ശക്തനായ പൗലോസിക പറയുക. എന്താ ഇതിന് അർത്ഥം എന്നാ? പൗലോസ് എടുത്തവിടെ പറയുന്നുണ്ട്, യെരുശലേമിലേക്ക് ഞാൻ പോവാ. ഒന്ന്, യഹൂദന്മാരെനിക്കെതിരാ. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ല നീ അവിടെ നടക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ സമാധാനത്തോടെ അവിടെ നിന്ന് ഇറങ്ങി വരണം. എനിക്ക് ദൈവസന്നിധി വന്ന് യെരുശലേമിൽ വന്ന് എൻ്റെ മനം തണുക്കണം എന്ന് പറഞ്ഞ സങ്കടത്തോടെ ഞാൻ അവിടെ നിന്ന് പോകാൻ എന്നെ അനുവദിക്കരുത്. ഇന്ന് പകൽ ദൈവസഭയോട് ചോദിക്കുന്നു, നമ്മുടെ മനം തണുപ്പിക്കുകയാണോ, തണുക്കുകയാണോ, അതോ തണുപ്പിക്കുകയാണോ, അതോ ചൂടാക്കുകയാണോ? സ്തോത്രം. സ്തോത്രം. പ്രാർത്ഥന പോരാട്ടമാക്കേണ്ടത് മനം തണുപ്പിക്കാനാ.
പക്ഷെ പലപ്പോഴും നമ്മുടെ മനം എന്ത് ചെയ്യുന്നില്ല? പറ തണുക്കുന്നില്ല. എന്താ മനം തണുക്കാത്തത്? എന്താ ഈ പോരാട്ടത്തിന് കാരണം? ഏറ്റവും വലിയ പോരാട്ടം ഇസ്രായേൽ മിസ്രൈം ജനം തമ്മിലല്ലേ? എന്താ ഒരു സഭയ്ക്കകത്ത് പോരാട്ടം വരുന്നതിന്റെ കാരണം? മാനസിക സ്വസ്ഥത വെളിപ്പെടാത്തതിന്റെ കാരണം? വായിരെ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-10 വാക്യം. ആ ആ ആ ആ ആ നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? ആരാ പറയുന്നേ? ഫറവോൻ പറയുന്നൊരു വാചകമാ. അതിന് പഴയ വേർഷൻ കൊടുത്തേക്കെന്നറിയാമോ? ഇവന്മാർ പെരുകി ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം, വർദ്ധിച്ച് പെരുകി ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നാം ഈ ദേശം വിട്ടുപോയിക്കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന്. സ്തോത്രം. എന്നെ ഇങ്ങനെ വെടിയുണ്ട വട്ട പോലിരിക്കുന്നേ. വെടിയുണ്ടാണ്ട് ഒരു 2 വർത്താനെങ്കിലും പറയത്തില്ലേ? എവിടേക്കോ വെടിയുണ്ട കൊള്ളുന്നുണ്ട്. സ്തോത്രം. പൊത്തിപ്പിടിച്ചു. സ്തോത്രം. ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ. എന്താ ഇവിടെ സഭയ്ക്ക് പറ്റിയേക്കുന്നത്? ഇസ്രായേൽ ജനത്തെ പറ്റിയേക്കുന്നത് എന്താ? ഇസ്രായേൽ ജനം കട്ടതട നടുവിൽ കിടന്ന് നിലവിളിക്കും കേട്ടോ. ഭയങ്കര നിലവിളി നടത്തും. പക്ഷേ നിലവിളി നടത്തി ഇങ്ങോട്ട് വരുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ അങ്ങോട്ട് അയച്ചു. ദൈവം ഒരു മനുഷ്യനെ അയച്ചു. ആരാ? മോശെ അയച്ചു. സ്തോത്രം. ഇവരുടെ നിലവിളിക്കുമ്പോൾ ഇവരൊറ്റക്കെട്ട നിലവിളിക്കുമ്പോൾ ഞാനിങ്ങനെ പറയും, നാട്ടിലെ ഏത് ജാതിയൻ എഴുന്നേറ്റാലും നമ്മൾ ജയിക്കും. നാട്ടിലെ ഏത് ജാതിയൻ എഴുന്നേറ്റാലും എന്ത് ചെയ്യും? ആർഎസ്കാരൻ തല്ലാൻ വന്നാലും നമ്മുടെ സഭ വളരും. വളരത്തില്ലേ? അത്ര മിണ്ടുന്നില്ലല്ലോ. ആർഎസ്കാരൻ തല്ലാൻ വന്നാലും നമ്മുടെ സഭ വളരും. അയലൊക്കെക്കാരൻ നമുക്കിട്ട് ആവിചാരം ചെയ്താലും നമ്മുടെ സഭ വളരും. സൗണ്ട് ഉണ്ടാക്കുന്ന, ശബ്ദം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം എവിടുന്നേലും 2 വന്ന് കയറും. പിന്നെ എങ്ങനാ നമ്മുടെ സഭ ഈ വളരുമ്പോൾ കുഴപ്പം അറിയാമോ? ഈ ദേശത്തിന്റെ പിശാചിനറിയാൻ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ സഭ എന്ത് ചെയ്യും? എന്നോടൊപ്പം പറഞ്ഞു വരണം. ഞാൻ ഈ സഭയുടെ കാര്യം ഇനി പറയാൻ പോകുന്നത്. മിണ്ടാതിരിക്കരുത്. സ്തോത്രം. ഒറ്റക്കെട്ടായി നിന്നാൽ ആർക്കറിയാം? ഈ സ്ഥലപ്പേരെന്തോ പക്ഷേ ന്യൂകാസിലെ പിശാചിനറിയാം ദേശത്തിന്റെ അധിപതി, ന്യൂകാസിലെ ദേശാധിപതി കേട്ടോ. ഇസ്രായേൽ ജനം നിങ്ങൾ അങ്ങനെ കണക്കാക്കുക, എന്നാലും ശരിയാത്തുള്ളൂ. ഇല്ല പിന്നെ നമ്മൾ പറയും, ഇസ്രായേലുകാരുടെ കാര്യം അവിടെ കിടക്കട്ടെ, നമുക്കെന്നാ വേണമെന്ന് പറയും. എനിക്കറിയാം, അതിനുള്ള കപ്പക്കുറ്റിയൊക്കെ നിങ്ങൾക്കുണ്ട്. സോദര, നിങ്ങൾ അല്പം നേരം ഇസ്രായേലാ. ന്യൂകാസിലെ ദേശാധിപതി പറയുക, എന്നാ സഭയായിരുന്നു? ഈ സഭ നന്നായി വളർന്നാൽ ഇവിടുത്തെ ദേശാധിപതി എന്ത് ചെയ്യും? ഫറവോൻ തോക്കും. ഫറവോൻ തോക്കുമെന്നറിയാവുന്നത് കൊണ്ട് അവൻ ഉഗ്രനൊരു പണി അങ്ങിടും. എന്താണെന്നറിയാമോ? 14-ാം അധ്യായം വായിച്ചു വെക്കുമ്പോൾ അറിയാം. വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോവാം, സമയമില്ല. 14-ാം അധ്യായം വായിച്ചു വരുമ്പോൾ ഇവർ കടന്ന് അയ്യം വിളിച്ച് നിലവിളിച്ചത് പാവം പിടിച്ച മോശ എന്ന് എന്ത് ചെയ്തു? മോശ ഫറവോൻ എന്ത് ചെയ്തു? നിങ്ങൾ മിണ്ടുന്നില്ല. പുത്തറിയത്തില്ലയോ? മോശ എന്ത് ചെയ്തു? ഫറവോനെ കീഴടക്കി, അവന്റെ അധികാരത്തെ കീഴടക്കി, ദേശാധിപതിയെ കീഴടക്കി, അന്ധകാര മണ്ഡലങ്ങളെ കീഴടക്കി. സ്വതന്ത്രം ആ ദേശത്തെ പുറത്തു കൊണ്ടുവന്നു. മോനെ ഇച്ചിരി ബാസിഡ്, അല്ലെങ്കിൽ ഞാൻ മൈക്ക് കളയും. എൻ്റെ തൊണ്ട വെള്ളം പറ്റുന്നു. ഒന്നാമത് ഞാൻ ഈ സാമാനം ഉപയോഗിക്കാറില്ല. ഇതിനേക്കാൾ ഒച്ചത്തെ എൻ്റെ ശബ്ദം അങ്ങ് വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധം ചെയ്ത് മോശ ജയിച്ചു. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എപ്പോഴാണ് തുടങ്ങിയെന്നറിയാമോ? ഇറങ്ങിത്തിരിക്കുന്നവരെ ആർക്കും എന്തല്ല,
പ്രശ്നമല്ല. ഇറങ്ങി തിരിച്ചിങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ എന്ത് തുടങ്ങി? കറക്റ്റാ, വാ വിട്ടുവാ, പിറുപിറുപ്പ് തുടങ്ങി. ഇറങ്ങി തിരിച്ചപ്പോൾ മുതൽ പിറുപിറുപ്പ് തുടങ്ങി. സ്വത്രം. ബ്രദറെ നിങ്ങൾ മുമ്പിൽ വരണം, നിങ്ങൾ വന്നാലും ശരിയാകത്തില്ലായിരുന്നു, വാ സ്വത്രം. അപ്പൊ പിറുപിറുപ്പ് തുടങ്ങി. പുള്ളി എനിക്കൊന്ന് പഴയ പുള്ളിയാന്ന് തോന്നുന്നു, അതുകൊണ്ടാ വകുപ്പെല്ലാം അറിയാം. സ്വത്രം. അപ്പൊ പിറുപിറുപ്പ് അങ്ങോട്ട് തുടങ്ങി. ഇസ്രായേൽ ജനത എന്ത് തുടങ്ങി? പിറുപിറുപ്പ് തുടങ്ങി. ആദ്യ പിറുപിറുപ്പ് എവിടാന്നറിയാമോ? മോശക്കെതിരെ ഇവരെല്ലാം കൂടെ എന്ത് ചെയ്തു? പിറുപിറുക്കും. സ്വത്രം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എത്ര ഉപദേശം വന്നൊന്നും എനിക്കറിയത്തില്ല. സ്വത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാൻ ഇവിടെ ഒന്ന് മര്യാദയ്ക്കിരിക്കത്തേ ഉള്ളൂ. പാസ്റ്ററുടെ റൂമിൽ ചെന്നാൽ ഞാൻ മേളിൽ പോയിരിക്കും. ഇന്നിപ്പോൾ വൈകിട്ട് ഞാൻ വർത്താനം പോകുന്നതിന് മുമ്പായിട്ട് 1 മണിക്കൂർ എന്നാലും ഞാൻ പാസ്റ്ററോട് വർത്താനം പറയും. സ്വത്രം. നിങ്ങൾ വിചാരിക്കത്തില്ല ഇയാൾക്ക് എന്നാ തണ്ടുകാലം വാടാ തോണ്ടാ പോയി മൂലയ്ക്ക് കുത്തിയിരിക്കുന്ന, ഒരുത്തനും കൈ തരുന്നില്ലല്ലോ, അറിഞ്ഞോട്ട് തരാത്തതാ. എല്ലാം കൈ തന്ന് കഴിയുന്ന കൂട്ടത്തിൽ വല്ലതും പറഞ്ഞു പോയിക്കും, പിന്നെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ മൂലയ്ക്ക് ഒന്ന് അനങ്ങാതെ അവിടെ ഇരുന്നതാ. സ്വത്രം. ഹല്ലേലൂയ. ഇറങ്ങിത്തിരിച്ചത് ചെങ്കടലിൽ നിന്നാണ് പറയാം. മിസ്രയീമിലെ അടിമത്തം വിട്ട് ഇറങ്ങിയെന്ന് പറയാം. നിങ്ങളുടെ അടിമത്തം 19 എന്താ പരിപാടി നടക്കുന്നു? നിങ്ങൾ എന്നാ പരിപാടി വെച്ചാലും, ഇനി ഏത് കുമരകം വന്നാലും, ഏത് റെയിനാഡ് ബോക്കെ വന്നാലും, നിങ്ങൾ നന്നായില്ലെങ്കിൽ കുറെ കാശ് കളയാമെന്നല്ലാതെ. ഇന്നലെ വൈകിട്ടത്തെ ശുശ്രൂഷ കഴിഞ്ഞുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായി വേദനിച്ചു. ഞാൻ സഭ സ്റ്റാർട്ട് ചെയ്യുന്നൊരു മനുഷ്യനാ. 3830 പേരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നൊരു മനുഷ്യനാ ഞാൻ. എനിക്ക് കൊതി തീർന്നിട്ടില്ല ഇപ്പോഴും ആത്മാക്കളെ നേടുന്നതിൽ. നിങ്ങൾ എന്ത് നേടി? ഒന്നാമത്തെ കാര്യം, സഭയോട് പരിശുദ്ധാത്മാ പറയുന്നു. ഞാനിങ്ങനെ പച്ചയ്ക്ക് പച്ച പറയും, വേറെ ഉപദേശിക്കാനൊന്നും പറയത്തില്ല. എന്നെ ഇതിന് വെച്ചിരിക്കുക. എനിക്ക് സോപ്പ് സുപ്പ് സാൽവേഷൻ 2 വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ എനിക്ക് കഷ്ടമൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കീശ കിടന്ന കാശ് എനിക്ക് വരുന്നത് എനിക്കറിയാം. ഞാൻ അതിനല്ല വന്നേക്കുന്നത്. എന്നോട് പറഞ്ഞ കാര്യം നിങ്ങളോട് പറയാനാ. ഇതിലേക്ക് ജനത്തോട് പറയുക, ഒന്ന്, നിങ്ങൾ യഥാസ്ഥാനപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. മോശയ്ക്കെതിരെ അവർ പിറുപിറുത്തു. കാരണം ഇവരുടെ ഒന്നാമത്തെ കാര്യം, ഇവർ ഐക്യത നഷ്ടപ്പെട്ടു. ഹൃദയംഗമായ ദൈവസ്നേഹം അകത്തുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ പാടിയതും ഓടിയതും അധ്വാനിച്ചതൊക്കെ വെറുതെയാ. കർത്താവ് വരുമ്പോൾ പോകാൻ കഴിയത്തില്ല. ആ രാജ്യത്തിൽ നിങ്ങൾക്ക് ചെല്ലാൻ കഴിയത്തില്ല. സ്തോത്രം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കണം. ഫറവോൻ പറയുക, ഇവന്മാര് പെരുകും. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഫറവോൻ പറയും, ഇവന്മാര് പെരുകും. ഇങ്ങനെ വരുമ്പോഴത്തേന് എന്ത് ചെയ്യും? ബ്രദറെ പറ, താടിക്കാരാ പറ. ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ ചവക്കാരെല്ലാം കൂടി ഇങ്ങനെ ഉടക്കം വഴക്കുണ്ടാക്കില്ല എന്ന് ഓർക്കും. പറ. അവരടിച്ച് പിരിയും. കറക്റ്റാ ബ്രദറെ. ഇനിയും പിരിയാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു. സ്വത്രം. അടി ഉണ്ടാക്കാത്തന്നെ എവിടെയും പോകും. ആത്മാവിൽ ആരാധിക്കേണ്ടവൻ എവിടെയും ഇറങ്ങിപ്പോകും. ഉടനെ നമ്മൾ എന്നാ പറയും? പറ. ഇതിൻ്റെ അകത്തിരിക്കുന്ന പുള്ളിയെല്ലാം കൂടെ എന്തോ പറയും. പിന്നെ പറ എന്തായാലും പറ. ദൈവത്തെ നകന്നുപോയി. പിന്നെ നമ്മൾ അവനെ അങ്ങ് ബ്ലെയിം ചെയ്യും. കണ്ടോ, അവൻ ഒറ്റ ഒരുത്ത നിമിത്തമായി കുഴപ്പം മൊത്തം ഉണ്ടായത്. ഇങ്ങനെ കുറ്റം പറയുന്ന പുള്ളികളും ഈ സഭയ്ക്കകത്തിരിപ്പുണ്ട്. എനിക്ക് നിങ്ങളെ ആരെയും അറിയത്തില്ല. ഒറ്റ മനുഷ്യനെ അറിയത്തില്ല. ഇന്ന് പകലിൽ സഭയോട് പരിശുദ്ധാത്മ പറയുക, ഇത് ഉപവാസ പ്രാർത്ഥനയല്ല, കാത്തിരിപ്പോ അല്ലെന്ന് എനിക്കറിയാം. നാളെ ഇത് പറയാൻ എനിക്ക് അവസരമില്ല. എന്നോട് കർത്താവ് പറഞ്ഞത് ഞാൻ പറയുന്നു. നിങ്ങളുടെ സഭ തകരാതിരിക്കണമെങ്കിൽ, പിളർക്കാതിരിക്കണമെങ്കിൽ, ഒരുവൻ മറ്റൊരുവനെ ശ്രേഷ്ഠനായി എണ്ണണം. ഇതിനകത്ത് ആരും വലിയവനില്ല, ആരും വലിയ പുള്ളിയില്ല.
സ്തോത്രം. എല്ലാവരും ഈക്വലാന്ന് കാണാൻ കഴിയണം. ഹല്ലേലൂയ. എന്നേക്കാൾ ശ്രേഷ്ഠനായ ജോൺസൺ പാസ്റ്റർ, അതേക്കാൾ ശ്രേഷ്ഠനാണ് ഞാൻ. അന്യോന്യം കാണാൻ കഴിയുന്നില്ലെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മാനസിക പൊരുത്തം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ, എവിടെയൊക്കെയോ ഞാൻ സൂപ്പർ സ്റ്റാറാന്ന് എനിക്ക് തോന്നിപ്പോയാൽ ഞാൻ മൂക്കും കുത്തി വീഴും ഒരു ദിവസം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവസഭയെ നിങ്ങൾ ഐക്യതയോടെ നിന്നാൽ നിന്റെ പിറുപിറുപ്പ് മാറ്റണം, നിന്റെ വേണ്ടാത്ത വർത്തമാനങ്ങൾ മാറ്റണം. ആരെക്കുറിച്ച് നീ ഒന്നും മുൻവിധി പറയരുത്, ആരെക്കുറിച്ച് നീ വെറുതെ ബ്ലെയിം ചെയ്യരുത്. സ്തോത്രം. എന്നെ അറിയാതെ എത്രയോ പേർ എന്നെക്കുറിച്ച് പലതും പറയുന്നു. ഞാൻ ആരാന്നറിയുന്നില്ല, എൻ്റെ സ്വഭാവം എന്നാന്നറിയുന്നില്ല, എൻ്റെ ബിഹേവിയർ എന്താണെന്നറിയുന്നില്ല. അറിയാത്ത കുറേ എണ്ണം മാറിയിരുന്ന് എന്നെക്കുറിച്ച് വിമർശിച്ചാൽ എനിക്കെന്നാ വരാനാ? എനിക്കൊന്നും വരാനില്ല. എന്നെ അറിയാവുന്ന എൻ്റെ വിശ്വാസികൾ എന്നെ വിമർശിച്ചാൽ, എൻ്റെ ഹാബിറ്റ് അറിയാവുന്ന, എൻ്റെ രീതികൾ അറിയാവുന്ന ഒരാൾ എന്നെ വിമർശിച്ചാൽ, വേദപുസ്തകം അറിയാമോ? ഞരങ്ങിക്കൊണ്ട് വേല ചെയ്യരുത്. അതൊരു വിശ്വാസിയാകട്ടെ ഉപദേശിയാകട്ടെ. എന്താ ഞരങ്ങരുത് പറഞ്ഞാൽ? ഹിന്ദി ബൈബിളിൽ കൊടുത്തേക്കുന്നത് ഐസേ ശ്വാസ് കീച്ച് കെ മത് സേവാ മത് കർണ, ദീർഘശ്വാസം വലിച്ചുകൊണ്ട് സേവ ചെയ്യരുതെന്ന്. ഞരക്കമെന്ന് ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ ദീർഘശ്വാസം വലിച്ചുകൊണ്ട് വേല ചെയ്യുന്ന പറയുന്നത്. എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ ദീർഘശ്വാസം വലിക്കുന്നേ? നെഞ്ചിൻ്റെ അകത്ത് ഭാരം കയറുമ്പോൾ, അറിയാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുമ്പോൾ അകത്തെന്തോ തുടങ്ങും? പറ. ഭാരം തോന്നുമ്പോൾ നമ്മൾ വലിക്കുന്ന ഒരു വലിയുണ്ട്. എന്നാ വലിയ? വേദവസം പറയും അങ്ങനെ വലിച്ചുകൊണ്ട് വേല ചെയ്യരുതെന്ന്. ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളോടെ ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും അല്ലേലിയാ പറഞ്ഞില്ലേലും ഇത് ഞാൻ പറയും. നിർത്താൻ പോവാം. സ്തോത്രം. ആദ്യമേ ദൈവസഭയോട് പറയുന്നു, നിങ്ങൾ തകരാതിരിക്കാൻ. ഇല്ല എങ്കിൽ ഇതിൻ്റെ അകത്ത് ഇനി ശത്രു കള വിതച്ചിരിക്കും. നിങ്ങൾ റെഡിയായില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ശത്രു കള വിതച്ചിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് താഴ്ന്നാൽ മതി. എല്ലാവരും മറ്റൊരാളെ ശ്രേഷ്ഠാന്ന് എണ്ണിയാൽ മതി. ആര് സൂപ്പർ സ്റ്റാറുകളില്ല. ഇവിടെ ആദ്യം വന്നവനും അവസാനം വന്നവനും. ആദ്യം ആര് ഈ സഭയ്ക്കകത്ത് വന്നു അവർ മുതൽ ഇന്നലെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ വരെ ഈക്വൽ സ്റ്റാറ്റസിൽ എത്തണം. ഇവിടെ അങ്ങനൊരു കാര്യം നടക്കുന്നില്ല എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എവിടെയൊക്കെയോ സീനിയോറിറ്റി ജൂനിയോറിറ്റി വരുന്നു, എവിടെയൊക്കെയോ മുൻവിധികൾ നടക്കപ്പെടുന്നു. ഇന്ന് പകൽ സഭയോട് പറയുന്നു, ഇവയെല്ലാം വിട്ടുകളയുക. ദൈവസഭ താഴ്മയിലേക്ക് വരിക, ദൈവകൃപയിലേക്ക് ജനം മടങ്ങി വരിക, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലേക്ക് മടങ്ങി വരിക. ഫറവോൻ പറയുന്നത് തകർക്കും, ഇവന്മാരുടെ ഐക്യത ഇല്ലാതാക്കും. ഇവർ ഒറ്റക്കെട്ടായി നിന്നാൽ ദൈവസഭ വളരും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഒറ്റക്കെട്ടായി നിൽക്കേ. ആയിരങ്ങൾ പതിനായിരങ്ങളെ കാണാൻ നിങ്ങളൊന്ന് ഒരുക്കപ്പെട്. ദൈവസഭയ്ക്കകത്ത് ഷിഫ്റ്റ് വെച്ച് ആരാധനയ്ക്ക് നിങ്ങൾ വെമ്പൽപ്പെട്. ഒന്ന് സ്വപ്നം കാണ്. എൻ്റെ ഇടതും വലതും വന്ന് ഈ ദേശത്ത് ദൈവമില്ലാതെ മാറിപ്പോയ കൂട്ടം ജനം, വിവിധ ഭാഷക്കാർ വന്നിരിക്കാൻ വേണ്ടി പ്രാർത്ഥിര്. കർത്താവിൻ്റെ രാജ്യത്തിനെ നിങ്ങളെ ഒന്ന് ഒരുക്കപ്പെട്. സ്തോത്രം. ഹല്ലേലൂയ. വിധിക്കാതിരിക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ബാഹുല്യത്തെ തടയുന്ന, സ്തോത്രം, വളർച്ചകളെ തടയുന്ന ശത്രുവിനെ എങ്ങനെ ജയിക്കാം? 2 വാക്യങ്ങൾ വായിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. എന്താണ് ചെയ്യുന്നത്? യെരമ്യാ പ്രവചനം 46-ാം അധ്യായം 17-ാം വാക്യവും യെഹെസ്കേൽ പ്രവചനം 30-ാം അധ്യായം 21-ാം വാക്യവും. യെരമ്യാ പ്രവചനം 42-ാം അധ്യായം 46-ാം അധ്യായം 17-ാം വാക്യം. മിസ്ര രാജാവായ ഫറവോന് വിനാശമെന്ന സമയം തെറ്റി വരുന്നവനെന്നും പേർ പറയുന്നു. അപ്പൊ ഇവന്റെ ജോലി എന്നാ? വിനാശം വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് തോന്നുന്ന സന്തോഷത്തെ ഇല്ലാതാക്കുക, ഉണ്ടെന്ന് തോന്നുന്ന സമാധാനത്തെ ഇല്ലാതാക്കുക, ഉണ്ടെന്ന് തോന്നുന്ന ആത്മീയ ചൈതന്യത്തെ ഇല്ലാതാക്കുക. 2, സമയം തെറ്റിക്കുക. ദൂതുകൾ ഇഷ്ടം പോലെ വരും, പക്ഷെ നിറപടിയായി നടക്കാതെ കാലങ്ങൾ നീങ്ങിപ്പോകും. ഇവനെ നിങ്ങൾ എങ്ങനെ ജയിക്കണം? യെരമ്യാ പ്രവചനം 1:12 നിങ്ങളുടെ അകത്തൊരു ദർശനം വരണം. യെരമ്യാവിനുണ്ടായ ദർശനം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. സമയം നിർത്താൻ പോകും ഞാനതുകൊണ്ട്.
യെരമ്യാ പ്രവചനം 1-ാം 4 നിങ്ങൾ വായിക്കണം. യെരമ്യാവിനുണ്ടായ ദർശനം ഇടിക്കാനും പൊളിക്കാനും പണിയാനും നടുവാനും വേണ്ടി 9 ദൂത് പറഞ്ഞ യെരമ്യാവിനോട് 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ചോദിക്കുന്നവരുണ്ട് മേളോട്ട്, യെരമ്യാവേ നീ എന്നാ കാണുന്നത്? ഇന്ന് പകൽ ഞാൻ ഈ സഭയോട് ചോദിക്കുന്നു, ഈ സഭയെക്കുറിച്ച് നിങ്ങൾ എന്ത് വിഷൻ കാണുന്നു? നിങ്ങളെക്കുറിച്ച് എന്ത് വിഷൻ നിങ്ങൾ കാണുന്നു? ജീസസ് എന്നെ പല രാജ്യത്തേക്കും പാസ്റ്റർമാരെ വിളിച്ചിട്ടുണ്ട്. ഈ രാജ്യത്ത് എന്നെ പാസ്റ്ററായിട്ട് വിളിച്ചതാ. ആ ചർച്ചിലേക്കാണ് ഞാനിപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നത്. എൻ്റെ വിഷൻ ഈ രാജ്യത്ത് വന്നിരിക്കാനല്ല. നമ്മളെങ്ങനെങ്കിലും ഈ രാജ്യത്ത് കയറിയാൽ മതിയല്ലോ എന്നല്ല നമ്മുടെ ആഗ്രഹം. കാനഡയിൽ എന്നെ ചർച്ചിലെ പാസ്റ്ററായിട്ട് വിളിച്ചതാ. എനിക്ക് ആ വിഷനില്ല. ഈ രാജ്യത്തെ വിളിച്ചു. ദുബൈ പട്ടണത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചതാ. കർത്താവ് എന്നെ ഒന്നിനും അതിന് അനുവദിച്ചിട്ടില്ല. എൻ്റെ വിഷൻ വേറെയാ. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദർശനം വേറെയാ. അത് ദർശനമുള്ളവർ അത് ചെയ്യട്ടെ. അസംബ്ലി കൊല്ലം അറിയപ്പെടുന്ന ഒരു സീനിയർ പാസ്റ്ററാ ഞാൻ. എന്നെ അറിയാത്തവരാരുമില്ല. എനിക്ക് നല്ല ചർച്ചകൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ചർച്ചക്കാർ ഇങ്ങോട്ട് ശമ്പളം പറഞ്ഞെന്നെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വന്നാൽ പാസ്റ്ററെ ഒന്ന് ശുശ്രൂഷിക്കാൻ ഞങ്ങൾ അവസരം തരാം, ഞങ്ങളുടെ ഒന്ന് വാ, 30,000 രൂപ തരാം, 45,000 രൂപ തരാം, പാസ്റ്റർ വന്നാൽ 50 തരാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഈ ശമ്പളം വാങ്ങിക്കാൻ എനിക്ക് ദൈവം അനുവദിച്ച് തന്നിട്ടില്ല. ഇന്നും ഒരു കൊച്ചു സഭകളിൽ പുതിയ സഭ സ്റ്റാർട്ട് ചെയ്യാൻ എന്നെ വിളിച്ചത്. ശമ്പളം വാങ്ങിച്ച് കീശ വാർപ്പിക്കുന്ന പണിയല്ല എൻ്റേത്. എന്നെ വിളിച്ച വിളി എന്താണെന്ന് എനിക്കറിയാം. ഈ രാജ്യത്ത് വരുമ്പോൾ എന്നെ വിളിച്ചു വിട്ടതിൻ്റെ മുമ്പിലെ രഹസ്യം എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ നിത്യരാജ്യത്തെ കാണണം, ജനത്തെ ശുദ്ധീകരിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. എന്നെ ഏൽപ്പിച്ചേക്കുന്ന ശുദ്ധീകരണ ശുശ്രൂഷയാ. ഇതിൻ്റെ അകത്തിരിക്കുന്നത് നിങ്ങളോട് ആരോടും എനിക്ക് പിണക്കില്ല. ആത്മാവിൽ ഞാൻ യുദ്ധം ചെയ്യുമ്പോൾ മാത്രം എനിക്കല്പം ദേഷ്യം വരാറുള്ളൂ. നിങ്ങളോട് ഞാൻ ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ അകത്തെല്ലാം സഭയെക്കുറിച്ചൊരു ദർശനം വരട്ടെ, നിങ്ങളെക്കുറിച്ചൊരു ദർശനം വരട്ടെ. ആ ദർശനം വന്നാൽ എന്ത് നടക്കും? യെഹെസ്കേൽ പ്രവചനം 30-ാം അധ്യായം 21-ാം വാക്യം. അത് വാൾ വെടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല, ചികിത്സ ചെയ്യുകയുമില്ല. ശരിക്കും പ്രാർത്ഥിച്ചാൽ, ദർശനത്തോടെ പ്രാർത്ഥിച്ചാൽ, എത്ര പ്രബലനായ ഫറവോന്റെ ശക്തിയെയും കർത്താവ് പറയുന്നു, അവന്റെ ഭുജത്തെ ഞാൻ ഒടിച്ചിരിക്കുന്നു. ഒടിക്കാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ ദൈവം. 2-ാം ഭാഗം പറയുന്നു, അത് വാൾ വെടിപ്പാൻ തക്കവണ്ണം ശക്തി പ്രാപിക്കേണ്ടതിന് അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല. ഇന്ന് പകൽ നിങ്ങളുടെ നടുവിൽ വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളെ നിങ്ങൾ അഴിച്ചു കളയാൻ തയ്യാറായാൽ ഒരു സ്വാതന്ത്ര്യം വരുത്തുന്ന ദൈവമാണ്. ഈ ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കിയ ദൈവദാസനോട് സഭയോട് വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ ഞാൻ തിരിച്ചുവിടുന്ന യാത്ര തിരിക്കുന്നു. ഞാൻ നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അവിടെ നമുക്ക് ഒരുമിച്ച് കാണണം. കൈവിടപ്പെട്ടു പോകാനിടയാകരുത്. നാം ഇവിടെ മത്സരിച്ചും നാം ഇവിടെ വഴക്കുണ്ടാക്കിയും ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും യോഗ്യമല്ലാതെ നാം നിൽക്കുന്നു എങ്കിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ട് പറയുന്നു, അങ്ങനെയുള്ളവരെ ചേർക്കാനല്ല എൻ്റെ യേശു വരുന്നത്. വിശുദ്ധിയോടെ അക്കരെ നാട്ടിപ്പോകാൻ. ഇവിടെ ഒന്നും നേടിയില്ലേലും, ഇവിടെ ആര് നിങ്ങളെ മാനിച്ചില്ലേലും, ആര് നിങ്ങളെ കൈപിടിച്ചുയർത്തിയില്ലേലും, ആര് നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പുണ്ടാകണം, നിത്യരാജ്യത്തിൽ ചെല്ലാൻ നമുക്കൊരു വലിയ കാഴ്ചപ്പാടുണ്ടാകണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കും.